കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും ഒന്നിച്ച് ഇങ്ങനെ ബൈബിൾ ക്ലാസ് ആയിട്ട് കൂടി വരുവാൻ ദൈവം തരുന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ അവസാന ദിവസങ്ങളിൽ നാം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു. 6-ാം അധ്യായം വരെ പഠിച്ചു നിർത്തുവാനായിട്ട് ഇടയായി. അതിനുശേഷം 2 മാസത്തെ ബ്രേക്കിന് ശേഷം നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ 2 മാർച്ച് ഇന്ന് വീണ്ടും ഈ ബൈബിൾ ക്ലാസ് പുനരാരംഭിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. എല്ലാത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും ഉത്സാഹത്തോടെ ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് ഓർത്തും കണ്ടും ഞാൻ ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. ഇതിനോടകം നമുക്ക് കോട്ടയത്ത് ദ ഗേറ്റ് ചർച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എല്ലാ ആഴ്ചയിലും തിരുവത്താഴത്തോടു കൂടി ശുശ്രൂഷകൾ ലീഡ് ചെയ്യുവാനും ഒക്കെ കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർ ആ സഭയിലേക്ക് കടന്നു വരികയും കർത്താവിനെ ഒന്നിച്ച് ആരാധിക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ചെറിയാൻ കുര്യൻ ആൻഡ് ബ്രദർ എൽദോ വർഗീസ്, ഇവർ രണ്ടുപേരുമാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ശക്തമായിട്ട് ആ ദേശത്ത് കർത്താവ് അവരെ ഉപയോഗിക്കുവാനായിട്ടും അനേകർ ചേർന്ന് വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കോട്ടയത്തെ ചർച്ചിനെ വിശേഷാൽ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ ഈ സത്യം മനസ്സിലാക്കണം. ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു സമൂലമായ മാറ്റം ഉണ്ടാകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ചെറിയ മാറ്റത്തിൽ കാര്യങ്ങൾ നടക്കത്തില്ല. വാസ്തവമായിട്ടൊരു സമൂലമായ മാറ്റം ക്രിസ്തീയ വിശ്വാസത്തിൽ, ക്രിസ്തണ്ടത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന സീരീസിന്റെ ഭാഗമായി ചില എപ്പിസോഡുകൾ കൂടി ചെയ്യണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കാരണം അടിസ്ഥാനപരമായ കാര്യങ്ങൾ ജനത്തിന് വേണ്ടും വണ്ണം അറിയാത്ത നിലയിലായിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഞാൻ അനേകരോട് സംസാരിക്കുവാനായിട്ട്, അനേകരോട് സംവാദിക്കുവാനായിട്ട്, ബേസിക്കലി വളരെ ഫ്രണ്ട്ലി സംവാദങ്ങൾ ഒക്കെ ചെയ്യുവാനായിട്ട് കഴിഞ്ഞ 2 മാസത്തിൽ ഇടയായി. പലരെ കാണുവാനും പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അവിടെ നിന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അനേകർക്ക്, ആത്മീക നേതാക്കന്മാർക്ക്, ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് ആകെ എല്ലാം ഇളക്കപ്പെരുപ്പത്തിന്റെ പുറകെയും പാരമ്പര്യത്തിന്റെ പുറകെയും ഒക്കെ നിൽക്കുന്നവരാണ്. ഒത്തിരി പേരെ ഞാൻ കാണുന്നവരാണ്. വചനത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴത്തിന് വലിയ വലിയ എന്താ പറയുന്ന ഒരു വലിയ വ്യത്യാസം. അതായത് സങ്കീർത്തനം 11:3 പറയുന്നത് പോലെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ഇഫ് ദ ഫൗണ്ടേഷൻസ് ബി ഡിസ്ട്രോയിഡ് വാട്ട് ക്യാൻ ദ റൈച്ചസ് ഡു? നമ്മളെല്ലാവരും നമ്മുടെ പിതാക്കന്മാര് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ആ ഒരു സമ്പ്രദായങ്ങളും ആ ഒരു രീതികളും ആ ഒരു പാരമ്പര്യത്തിൽ നിൽക്കുകയാണ്. എന്നാൽ വചനം അങ്ങനെ തന്നെയോ എന്ന് വാസ്തവമായിട്ട് ചിന്തിക്കുവാനും പഠിക്കുവാനും ഈ അവസാന കാലഘട്ടത്തിലെങ്കിലും ജനങ്ങൾക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിളി എന്താണ്, നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം ചെറിയൊരു നഷ്ടമല്ല, നമ്മുടെ നിത്യതയാണ്. നിത്യമായി നാം നഷ്ടത്തിലേക്ക് പോകുന്നത്. ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് ദ ഗേറ്റ് മിനിസ്ട്രീസിലേക്ക് ആളിനെ കൂട്ടാനോ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം വളർത്തുക എന്നുള്ളതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് ഇതിനോടകം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവജനം സത്യം അറിയണം. അവര് വഞ്ചിതരായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപേ ഈ സത്യം മനസ്സിലാക്കുവാനും നിരപ്പിന്റെ ശുശ്രൂഷയിലേക്കും നിരപ്പിന്റെ ഒരു അനുഭവത്തിലേക്കും വരുവാൻ, രക്ഷിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണം. അതാണ് നമ്മൾ ഈ മിനിസ്ട്രി കൊണ്ട് അൾട്ടിമേറ്റ്ലി ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്കൊരു കുഴപ്പവും വരത്തില്ല. ഇവിടെ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ബ്ലെസ്സിങ്സും ഹീലിങ്സും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതൊക്കെ കാണുമ്പോൾ ദൈവം നമ്മളോടൊപ്പമുണ്ട്, നാം കറക്റ്റ് റൂട്ടിലാണ് പോകുന്നത്, നാം ചിന്തിച്ചുകൊണ്ടിരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സത്യപാതയിൽ നിന്ന് ഒത്തിരി വളരെ ദൂരത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സത്യം നമ്മുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിനുശേഷം മനസ്സിലായിട്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല, ഒരു കഥയില്ല. അപ്പൊ അതുകൊണ്ട് നാം ആരോഗ്യത്തോട്, ബലത്തോട്, ജീവനോട് ആയിരിക്കുമ്പോൾ തന്നെ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാനും പഠിക്കുവാനും കർത്താവിന് കൊള്ളാവുന്നവരായി, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് നിൽക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നതിനൊരു അർത്ഥമുണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇവിടെ ആരെങ്കിലും കാണിക്കുവാനോ ഇവിടെ എന്തെങ്കിലും സ്റ്റാറ്റസ് നേടുവാൻ വേണ്ടിയിട്ടല്ല. ഒരു ദിവസം നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടതായിട്ട് വരും. നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും അന്ത്യമല്ല അത്. നാം മരിച്ചവർ ആബാല വൃദ്ധം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തോട് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് വഞ്ചിതരായി പോകാതെ
ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായി നിൽക്കുവാൻ, വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ പഠനം അതിന് നമുക്കൊരു അനുഗ്രഹമായി തീരുവാൻ, കാരണമായി തീരുവാൻ ഇടയാകട്ടെ. സത്യവചനത്തെ യഥാർത്ഥമായിട്ടും മനസ്സിലാക്കുവാനും സത്യപാതയിൽ കർത്താവിനെ ആരാധിക്കുവാനും ഇതിൽ കൂടെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്, ദ ബുക്ക് ഓഫ് ആക്ട്സ് എന്ന ബുക്കാണല്ലോ. അതിന്റെ 6-ാമത്തെ അധ്യായം വരെ നമ്മൾ ചിന്തിച്ച് നിർത്തിയിരിക്കുകയാണ്. അധികം മുഖവരകളില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോ വിഷയങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഭിമുഖീകരിച്ച ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാം. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിനൊക്കെ മറുപടി പറയാം. അതുപോലെ തന്നെ ഈ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു സീരീസിലെ ചില എപ്പിസോഡുകൾ, ബേസിക് എപ്പിസോഡുകൾ ചെയ്യുവാനായിട്ട് ഏതൻ തോട്ടത്തിൽ മുതൽ എന്താരംഭിച്ചു, എന്താണ് ദൈവം നമ്മളെക്കുറിച്ച് അൾട്ടിമേറ്റ്ലി ആഗ്രഹിക്കുന്നത്, എന്താണ് ദൈവിക നിയമങ്ങളും ദൈവിക കൽപ്പനകളും നമുക്ക് തന്നിരിക്കുന്നത്, കാലാകാലങ്ങളിൽ കൂടി രക്ഷിക്കപ്പെടുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷാ പദ്ധതികൾ, ഈ ബേസിക്സ് വീണ്ടും ഒരു സീരീസ് കൂടെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഒത്തിരി പേർക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം. അത് റിലീസ് ആകുവാനായിട്ട് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാം തുടർമാനമായിട്ട് ദ ബുക്ക് ഓഫ് ആക്ട്സിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ നേരിട്ട് വരികയാണ്. 6-ാം അധ്യായമാണ് നാം കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ ചിന്തിച്ച് നിർത്തിയത്. ഇന്ന് നാം പുനരാരംഭിക്കുമ്പോൾ 7-ാം അധ്യായത്തിലേക്ക് കടക്കുവാനായിട്ട് പോവുകയാണ്. 7-ാം അധ്യായം കഴിയുമെങ്കിൽ മുഴുവനും ചിന്തിച്ച് 8-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ കൂടെ കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 7-ാം അധ്യായം ബേസിക്കലി സ്തേഫാനോസിന്റെ സാക്ഷ്യവും അവസാനം തന്റെ കുലപാതകവും ഒക്കെ ആയിട്ട് തീരുന്ന ഒരു അധ്യായമാണ്. 8-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ മാറി തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു ഡിസ്പെൻസേഷണൽ ചേഞ്ച് 8-ാം അധ്യായം മുതൽ വന്നു തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ വിളിയും പിന്നീട് ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എങ്ങനെ കാര്യങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് കൃപയിലേക്ക് മാറുന്നു, എങ്ങനെ യഹൂദന് മാത്രമായി ദൈവം കൊടുത്തിരുന്ന അനുഗ്രഹത്തിൽ നിന്നും ജാതികളിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നു. ഇന്ന് നമുക്ക് യഹൂദനെ നോക്കിക്കഴിഞ്ഞാൽ 0.5% യഹൂദൻ പോലും ദൈവ വിളിയിലില്ല. ഇന്ന് ജാതികളിലേക്ക് എങ്ങനെ യഹൂദനിൽ നിന്ന് കാര്യങ്ങൾ ജാതികളിലേക്ക് മാറുന്നു. ജാതികൾ എന്ന് പറയുമ്പോൾ സകല മനുഷ്യരുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സകല മനുഷ്യരും, അതിൽ യഹൂദനുമുണ്ട്. യഹൂദനും രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള അവസരമുണ്ട്. എന്നാൽ ഈ ഒരു കാലത്ത് യഹൂദന് മാത്രമായി പറഞ്ഞിരുന്നതും ആർക്കെങ്കിലും രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ യഹൂദ മതാനുസാരിയായി മാറണം. ഇന്നത്തെ പോലെ എല്ലാവർക്കും വിശ്വസിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. അന്ന് യഹൂദന്മാർക്ക് മാത്രമായി ദൈവം കൊടുത്തിരുന്ന ഒരു അനുഗ്രഹം. അവരിൽ ആരെങ്കിലും മറ്റുള്ളവർ രക്ഷിക്കപ്പെടണം, ഏക സത്യ ദൈവ വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവൻ യഹൂദ മതാനുസാരി, ആ ജൂവിഷ് പ്രോസലൈറ്റ് ആയിട്ട് മാറി ആ രക്ഷാപദ്ധതിയിലേക്ക് വരാമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് എങ്ങനെ കാര്യങ്ങൾ വഴിമാറി എന്ന് നാം പഠിക്കുവാനായിട്ട് പോവുകയാണ്. 8-ാം അധ്യായത്തിലേക്കൊക്കെ കയറുമ്പോൾ ഒരു ഡിസ്പെൻസേഷണൽ ചേഞ്ച് നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടു തുടങ്ങുവാനായിട്ട് ഇടയാകും. 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ വിളിയും തന്നിൽ കൂടെയുള്ള ശുശ്രൂഷകളും ഒക്കെ ആരംഭിക്കുകയും പന്തിരുവരും അതിനുശേഷം അതിനു മുൻപുണ്ടായിരുന്ന ദൈവം വിളിച്ചിരുന്ന പന്തിരുവരിൽ കൂടെ തുടങ്ങിയിരുന്ന ശുശ്രൂഷയ്ക്കൊക്കെ ഒരു ഹാൾട്ട് ഉണ്ടാകുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വരും ദിവസങ്ങളിലെ പഠനം അതിൽ കൂടുതൽ വെളിച്ചം വീശട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്നാൽ അതിന് മുൻപായിട്ട് 6-ാം അധ്യായത്തിൽ ഒന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്തിട്ട് ഒരു ചില മിനിറ്റുകൾ കൊണ്ട് ഞാനൊന്ന് പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചത് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ അനുദിനം വർദ്ധിച്ചു വരുന്നതായും ദൈവം അവരെ അനുഗ്രഹിക്കുന്നതായിട്ടും അനേകർ അവിശ്വാസത്തിലേക്ക് വരുന്നു. 120 പേരാൽ ആരംഭിച്ചത് അതിന്റെ അടുത്ത ദിവസം 3000 പേരോളം രക്ഷിക്കപ്പെട്ട ദൈവസഭയോട് ചേരുന്നു. വരുന്ന ദിവസങ്ങളിൽ 5000 പേര് പുരുഷന്മാര് രക്ഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വളരെ ശക്തമായിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബാരൻ ഫിഗ് ട്രീ, അതായത് ഫലം കൊടുക്കാത്ത അത്യവൃക്ഷത്തിന്റെ ഉപമ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉപമയാണ്. എന്നാൽ ആ വൃക്ഷത്തെ വെട്ടിക്കളയട്ടെ എന്ന് ആ തോട്ടത്തിന്റെ ഉടയവൻ ചോദിക്കുമ്പോൾ, വേണ്ട, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, അതിൽ ഞാൻ വളമിട്ട് വെള്ളമൊഴിച്ച് ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് നോക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന് ശേഷം വെട്ടിക്കളയാം എന്ന് പറഞ്ഞ ആ ബാരൻ ഫിഗ് ട്രീയുടെ ഉപമ പോലെ പരിശുദ്ധാത്മാവിനാൽ അതിന് വളമിടുകയും അതിന് വെള്ളം ഒഴിക്കുകയും ചെയ്ത് അതിൽ കൂടെ ഫലം കായ്ക്കുവാൻ തുടങ്ങി. നമുക്ക് കാണാം അടുത്ത ദിവസങ്ങളിലൊക്കെ അനേകർ അവിശ്വാസത്തിലേക്ക് വരുന്നതായിട്ട് കാണാം. എന്നിരുന്നാലും
ഇസ്രായേൽ ആസ് എ ഹോൾ, അല്ലെന്നുണ്ടെങ്കിൽ നേതൃത്വ നിര, പുരോഹിതന്മാരാകട്ടെ, ശാസ്ത്രിമാരാകട്ടെ, പരീശന്മാരാകട്ടെ, അതുപോലുള്ള നേതൃത്വ നിരയിലുള്ളവരെല്ലാം അന്നും ഈ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവര് പല പീഡനങ്ങൾ ഈ സഭയ്ക്ക് നേരെ അഴിച്ചുവിടുന്നതും സഭയെ കഷ്ടത്തിലൂടെ കടത്തിവിടുന്നതായിട്ടും ഉപദ്രവിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവര് ആ ഒരു സത്യം, ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം, ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ആ ചെറിയ കൂട്ടത്തിൽ കൂടി ദൈവിക ഉദ്ദേശം നിറവേറുന്നത് അവർക്ക് മനസ്സിലാക്കുവാനോ കാണുവാനോ കഴിയുന്നില്ല. എന്നാൽ ദൈവം തന്റെ പ്രവൃത്തി തുടർമാനമായിട്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അനേകർ രക്ഷയിലേക്ക് കടന്നു വരുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. 6-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഹീബ്രു ജ്യൂസ് ആൻഡ് ഗ്രീക്ക് ജ്യൂസ്, അതായത് എബ്രായ യഹൂദന്മാരും യവനായ യഹൂദന്മാരും. എന്തുകൊണ്ടാണ് ഇവിടെ യവനായ യഹൂദന്മാരെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് അതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ മുഴുവനും ഹെലനിസ്റ്റിക്, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീക്ക് ആധിപത്യത്തിലായിരുന്നു ആ ലോകം മുഴുവനും ഉണ്ടായിരുന്നത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അതുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കീഴിലുണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളിലും ഒരു യവനായ കൾച്ചർ അല്ലെങ്കിൽ ഹെലനിസ്റ്റിക് കൾച്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എല്ലാവരും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുൻപ് തന്നെ പഴയ നിയമമൊക്കെ ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നത്. പുതിയ നിയമമൊക്കെ എഴുതുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. എബ്രായ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ അധികം പേർക്ക് മനസ്സിലാകത്തില്ല. ഗ്രീക്ക് ആണ് ലോകം മുഴുവൻ അറിയാവുന്ന ഭാഷ. സെപ്റ്റുവിജന്റ് വേർഷൻ ബൈബിള് ഗ്രീക്ക് ബൈബിള്. ഈ വെളിയിലുള്ള യഹൂദന്മാരെല്ലാം വായിക്കുന്ന ആ സെപ്റ്റുവിജന്റ് വേർഷൻ ബൈബിളാണ് വായിക്കുന്നത്. അതായത് അവരുടെ തനാക്ക്, ബൈബിളല്ല തനാക്ക്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, യവനായ ഭാഷ അറിയാവുന്ന യഹൂദന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് വെളിയിൽ താമസിക്കുന്ന എല്ലാ യഹൂദന്മാരെയും യവനായ യഹൂദന്മാരെന്നാ പറയുന്നത്, അല്ലെ ഗ്രീക്ക് യഹൂദന്മാരെന്നാ പറയുന്നത്. കാര്യം അവർ ആ ഒരു സാഹചര്യത്തിലും ആ ഒരു കൾച്ചറിലും വളർന്നു വരുന്നവരാണ്. 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാം ഹീബ്രു ജ്യൂസിനെ കൂടാതെ ഗ്രീക്ക് ജ്യൂസ് ലോകത്തിന്റെ സകല ഭാഗങ്ങളിൽ നിന്നും അവിടെ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചപ്പോഴേ കണ്ടു. അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, അതിന്റെ 11-ാമത്തെ വാക്യം തോന്നുന്നു, പാർത്യരും മേദ്യരും ഏലാമ്യരും മെസപ്പത്തോമിയരും പൊന്തോസിൽ നിന്നും ആസിയയിൽ നിന്നും പ്രുങ്ക്യയിൽ നിന്നും കിലിക്കിയയിൽ നിന്നും കപ്പദോക്കിയയിൽ നിന്നും ഒക്കെ ജനം എത്തിയിരിക്കുന്നത് കാണാം. ഇതൊക്കെ ആരാ വന്നിരിക്കുന്നത്? ഇത് മുഴുവനും യഹൂദന്മാരാ. ഇവരെയാണ് ഗ്രീക്ക് ജ്യൂ എന്ന് പറയുന്നത്. കാര്യം അതെല്ലാം ഗ്രീക്ക് സംസ്കാരം നിലനിൽക്കുന്ന രാജ്യത്ത് നിന്നും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരൊക്കെ ആയിട്ടുള്ള യഹൂദന്മാരാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നമാണ് നമ്മൾ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതലേ കണ്ട് പഠിച്ചു തുടങ്ങിയത്. അതായത് ഗ്രീക്ക് വിഡോസ് വെർ നെഗ്ലക്റ്റഡ് ഇൻ ദെയർ ഡെയിലി മിനിസ്ട്രേഷൻ. അവർക്ക് അവിടുത്തെ വിധവമാരെ ഉപേക്ഷയായി വിചാരിച്ചു അവരുടെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ. കാര്യം ഇവിടെ നമ്മൾ ഇവിടുത്തെ ഒരു സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനാൽ ജനം നിറയപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് ഏത് സമയത്തും വരും എന്ന് അവരോട് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. എവിടെ കേട്ട് വായിച്ച് കണ്ടറിഞ്ഞതല്ല, അവരോട് പറഞ്ഞിരിക്കുകയാണ്. അവർ കർത്താവിനോട് കൂടെ നടന്നിരിക്കുന്നവരാ, കർത്താവിന്റെ കയ്യെ പിടിച്ച് കൂടെ നടന്നിരിക്കുന്നവരാ. അവരോട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പോയതുപോലെ വീണ്ടും വരും, നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും പാർപ്പീൻ. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചതിന് ശേഷം നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലെല്ലായിടും ശമരിയയിലും ഉലകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഇതാ ഞാൻ വേഗം വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് പോയിരിക്കുന്നത് കൊണ്ട് അവര് ഏത് സമയത്തും അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വസ്തുവകകളൊന്നും വിൽക്കാൻ അവർക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എല്ലാം വിറ്റ് കളഞ്ഞിരിക്കുക. സകല കാര്യങ്ങളും വിറ്റിട്ട് അവര് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിരിക്കുക. ഒരു ചിലത് വിൽക്കാത്തതുണ്ട്, പക്ഷെ അത് പൊതുവകയെന്ന് എണ്ണിയിരിക്കുക. അതായത് അവരുടെ പ്രൈവറ്റ് താലായിട്ട് പൂട്ടിയിരിക്കുകയല്ല, അത് പൊതുവക ആർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ അതിനെ അവര് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട്, ദൈവമക്കളുടെ ആവശ്യത്തിന് വേണ്ടി പൊതുവകയെന്ന് എണ്ണിയിരിക്കുക. അങ്ങനെ അവർക്കുണ്ടായിരുന്നതെല്ലാം കളഞ്ഞിട്ട് യെരൂശലേമിൽ വന്നിരിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പെന്തക്കോസ്ത് നാളിൽ വന്ന ഒത്തിരി പേര് പിന്നെ തിരികെ പോയിട്ടില്ല. അവർ വീണ്ടും അവരുടെ തിരിച്ചു പോയിട്ട് ആൾക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക യഹൂദിയിൽ. കാര്യം അവർ ഇവിടെ സകലതും വിറ്റ് യഹൂദന്മാരുടെ അല്ലെന്നുണ്ടെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഉത്സാഹത്തോടെ നോക്കിയിരിക്കുക. ഇവിടെ ഒരു ദിനം പ്രതി ഒരു ശുശ്രൂഷയുണ്ട്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത്. ഡെയിലി മിനിസ്ട്രേഷൻ. ആ സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന വിധവമാരായിട്ടുണ്ടായിരുന്ന അനേക സഹോദരിമാരെ ഉപേക്ഷയായിട്ട് അവർക്ക് വേണ്ടുന്ന പരിഗണന അവിടെ കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം അവർ നോട്ട് ചെയ്യുന്നതായിട്ടാണ് 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തൊട്ട് തുടങ്ങുന്നത്. ഗ്രീക്ക് വിഡോസ് വെർ നെഗ്ലക്റ്റഡ് ഇൻ ദെയർ ഡെയിലി മിനിസ്ട്രേഷൻ. അവർക്ക് കിട്ടേണ്ടത് ദിനം പ്രതിയുള്ള ശുശ്രൂഷ അവർക്ക് കിട്ടുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർക്കുള്ള അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അവിടെ അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതായിട്ടും
എന്നാൽ പന്തിരുവർ അതിന് പരിഹാരമായിട്ട് ഒരു കമ്മിറ്റി അവിടെ രൂപീകരിക്കുന്നതായിട്ടും കൃപയും ആത്മാവും ജ്ഞാനവും ഉള്ള 7 പുരുഷന്മാരെ മേശമേൽ ശുശ്രൂഷിക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത് ആക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ആരെയും 7 പേരെ അല്ല, തടിമിടുക്കുള്ള 7 പേരെ അല്ല ഇതിനൊക്കെ ആക്കേണ്ടുന്നത്. കൃപയുണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവരായിരിക്കണം, ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെയുള്ള ആൾക്കാരായിരിക്കണം. അങ്ങനെ 7 പേരെ തിരഞ്ഞെടുത്ത് അവിടെ നിർത്തുകയും അങ്ങനെ അവരെ ആ ഒരു ശുശ്രൂഷയ്ക്കായി ദൈവം ആക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഈ 7 പേരിൽ 2 പ്രധാനപ്പെട്ടവരെ നമുക്ക് ഈ അടുത്ത അധ്യായങ്ങളിൽ കാണാം. 7-ാമത്തെ അധ്യായത്തിൽ ഒരാളെ കാണാം, 8-ാമത്തെ അധ്യായത്തിൽ വേറൊരാളെ കാണാം. അതാണ് സ്തേഫാനോസും ഫിലിപ്പോസും. പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് അവരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ സ്തേഫാനോസിനെയൊക്കെ മേശമേൽ ശുശ്രൂഷിക്കാനാണ് ആക്കിയിരിക്കുന്നതെങ്കിലും അവരിൽ കൂടെ പരിശുദ്ധാത്മാവിനാൽ വളരെ ശക്തമായിട്ട് ദൈവം അവരിൽ കൂടെ ഒക്കെ പ്രവർത്തിക്കുകയാണ്. ഏത് ശുശ്രൂഷയും ദൈവസഭയിൽ നിങ്ങളെ ആക്കിയാൽ എല്ലാ ശുശ്രൂഷയിൽ കൂടെയും ദൈവത്തിന് നമ്മോട് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. ഇവിടെ 12 പത്രോസ്, യാക്കോബ്, യോഹന്നാനൊക്കെ നിൽക്കുമ്പോഴാണ് സ്തേഫാനോസിൽ കൂടി ഫിലിപ്പോസിൽ കൂടിയൊക്കെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പ്രവർത്തനവും ഉണ്ടാകുന്നത്. ഏത് ശുശ്രൂഷയാണെങ്കിലും ഉത്തരവാദിത്വത്തോട് അത് ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ശക്തമായിട്ട് ഓരോരുത്തരെ ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആ കാണുന്നത്. സ്തേഫാനോസിൽ കൂടെ ഒക്കെ നടക്കുന്ന ശുശ്രൂഷ നമുക്ക് 7-ാം അധ്യായത്തിൽ കാണാം. എന്നാൽ ഒത്തിരി പേര് അവർക്കെതിരായിട്ട് തിരിയാനായിട്ട് ഇടയായി. ലിബർത്തീനർ ഈ ഹെലനിസ്റ്റിക് ജൂ ആണ്, പല സ്ഥലങ്ങളിൽ നിന്നും വന്നിരിക്കുന്നവരാണ്. കുറേന എന്ന് പറയുന്ന ആഫ്രിക്കയിലെ ലിബിയ എന്ന് പറയുന്ന സ്ഥലമാണ് കുറേന. അലക്സാൻഡ്രിയ എന്ന് പറയുന്ന ഈജിപ്റ്റ്. ആസിയ ടർക്കിയിലാണ്. കിലിക്കിയ ഇന്ന് ടർക്കിയിലാണെങ്കിലും അന്ന് സിറിയയുടെ ഭാഗമായിരുന്നു. ഇവിടെ നിന്നൊക്കെ വന്നവര് അവരോട് തർക്കിക്കുകയാണ്. സ്തേഫാനോസിനോട് തർക്കിക്കുന്നെങ്കിലും ഇവരെല്ലാം കണ്ടതിനെക്കാട്ടിൽ അവിടെ ജനിച്ചു വളർന്ന യഹൂദന്മാരാണെങ്കിൽ സ്തേഫാനോസിന്റെ ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. പരിശുദ്ധാത്മാവിനാൽ സ്തേഫാനോസ് നിറയപ്പെട്ടിരിക്കുക. മനസ്സിലായോ? ഈ മലയോട് ഇവിടുന്ന് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അതുവരെ നടക്കുന്ന രീതിയിൽ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുക. ആ സ്തേഫാനോസിനോട് എതിർത്ത് നിൽക്കുവാൻ ഈ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും കഴിഞ്ഞില്ല. കുറേന, അലക്സാൻഡ്രിയ, ആസിയ, കിലിക്കിയ ഇവിടുന്നൊക്കെ വന്ന ആൾക്കാരെ ഇവരോട് തർക്കിച്ചുവെങ്കിലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല. ഇവരെല്ലാം ഇവിടെ തർക്കിക്കുന്നത് ഇവരാരും മോശപ്പെട്ടവരായിട്ടല്ല. അവർക്കെല്ലാം വചനം അറിയാം. അവർ ന്യായപ്രമാണം കാലാകാലങ്ങളായിട്ട് പഠിച്ചു വന്നിരിക്കുന്നത് കൊണ്ടാണ് അവർ സ്തേഫാനോസിനോട് തർക്കിക്കുന്നത്. അതിൽ തെറ്റില്ല. പക്ഷെന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവിക അരുളപ്പാടുകൾ, ദൈവിക നടത്തിപ്പ് എന്താണെന്ന് മനസ്സിലായില്ല. ഫോർ എക്സാമ്പിൾ, പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് തിരുവചനം വളരെ ശക്തമായിട്ടും വളരെ ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ എന്നിരുന്നാലും ദൈവിക നീതി എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ല. ദമസ്കോസിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ പിടിച്ചു കഴിയുമ്പോൾ മുതലാണ് തന്റെ വിളി എന്താണ്, തന്റെ തിരഞ്ഞെടുപ്പ് എന്താണ്, ആക്ച്വലി ദൈവിക മാർഗം എന്താണെന്ന് തനിക്ക് മനസ്സിലാകും. തനിക്ക് അറിവില്ലാഞ്ഞിട്ടല്ല. ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനാണ്. ശുഷ്കാന്തി നിമിത്തം സഭയെ ഉപദ്രവിച്ചവനാണ്. എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ളതാണ്. ഗമാലിയേലിന്റെ പാദപീഠത്തെങ്കിലിരുന്ന് തിരുവചനം പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ തന്റെ ദൈവിക നീതി എന്താണെന്ന് മനസ്സിലാക്കുന്നത് പഠിത്തത്തിലല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കണം. ഇന്ന് PhD എടുത്തിരിക്കുന്നവരും BTH, MTH ഒക്കെ ചെയ്തിരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളോട് ഇടപെടണം. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. സ്തേഫാനോസിനോട് ഇവർക്കൊന്നും എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു അവർ കള്ളസാക്ഷികളെ ഹയർ ചെയ്യുന്നതായിട്ട് കാണാം. സ്തേഫാനോസിനെതിരായിട്ട് അവർ കള്ളസാക്ഷികളെ നിർത്തുകയാണ്. 11-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത്, മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ഇവൻ ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്നൊക്കെ കള്ളസാക്ഷ്യം പറയിപ്പിച്ച് സ്തേഫാനോസിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയാണ്. സ്തേഫാനോസിനെ അങ്ങനെ പിടിച്ച ന്യായാധിപ സംഘത്തിൽ നിർത്തുന്നതായിട്ട് കാണാം. ഇവിടെ ഈ ന്യായാധിപ സംഘം എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യാനികൾ വളരെ ലൈറ്റായിട്ട് എടുത്തിരിക്കുക. അതൊരു ന്യായാധിപ സംഘം, അത്രേ ഉള്ളൂ. അവിടെ മേശമേൽ ശുശ്രൂഷിക്കാൻ നിന്നിരുന്ന ഒരാള് സ്തേഫാനോസ്, അദ്ദേഹത്തെ അവർക്കെതിരായിട്ട് പറഞ്ഞുകൊണ്ട് അവിടെ കൊന്നുകളഞ്ഞു. അത്ര ലൈറ്റായിട്ടാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. എന്നാൽ അങ്ങനല്ല സംഗതി. ഇവിടെ ഈ ന്യായാധിപ സംഘം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ശരിക്കും ഒരു റെപ്രസെന്റേഷൻ. നിങ്ങൾ അതിന്റെ ആ 12-ാമത്തെ വാക്യമൊക്കെ അതിന്റെ ആ ആധികാരികത കളയാതൊന്ന് വായിച്ചു മനസ്സിലാക്കണം. 6-ാം അധ്യായം 12-ാമത്തെ വാക്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാം, ജനം
മൂപ്പന്മാര്, ശാസ്ത്രിമാര്, ഇവരെ എല്ലാവരെയും ഇളക്കിയിരിക്കുക. അത് കുറഞ്ഞ ആൾക്കാരല്ല. യഹൂദ ജനം, അവരുടെ മൂപ്പന്മാര്, അവിടെ ശാസ്ത്രിമാര്, പിന്നെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. 7-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ചോദിക്കുന്നത് ഇതുള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്. അതായത് മഹാപുരോഹിതൻ ചോദിക്കുക ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ എന്ന്. ചുരുക്കി പറഞ്ഞ മഹാപുരോഹിതനും ആ ഗ്രൂപ്പിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ന്യായാധിപ സംഘം എന്ന് പറയുന്നത് സന്നിധിൻ സംഘമാണ്. ശാസ്ത്രിമാരുണ്ട്, മൂപ്പന്മാരുണ്ട്, ജനം തടിച്ചുകൂടിയിരിക്കുകയാണ്, മഹാപുരോഹിതനുണ്ട്, ഒരു ഫുൾ കോറമാ. ഇസ്രായേലിന്റെ ക്ലിയർ റെപ്രസെന്റേഷനാ. ഇവിടെ ഈ ന്യായാധിപ സംഘത്തിൽ സ്തെഫാനോസിനെ നിർത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് ഇതിനകത്തിൽ നിന്നുള്ള ഒരു ടേക്ക് അവേ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വരെ നിങ്ങൾ ഒരു ക്രിസ്ത്യാനികളെയും കാണത്തില്ല. 6-ാം അധ്യായം വരെ ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ കണ്ടിട്ടില്ല. ഇതുവരെ നമ്മൾ കാണുന്നത് മുഴുവനും ഈ യഹൂദന്മാര്, ഹീബ്രു ജ്യൂസും ഹെലനിസ്റ്റിക് ജ്യൂസും ഗ്രീക്ക് ജ്യൂസിനെയും ഒക്കെയാണ് കാണുന്നത്. ദർ ഇസ് നോ ക്രിസ്ത്യൻ ഓർ ക്രിസ്ത്യാനിറ്റി. ഇവിടെ അങ്ങനെ ഒരു സംഗതിയെ ആരംഭിച്ചിട്ടില്ല. ഈ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. ഇത് പകൽ വെളിച്ചം പോലെ, സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെ ക്ലിയറാ. ഇവിടെ ഒരു ക്രിസ്ത്യാനിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ കൊള്ളാം. നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് 2-ാം അധ്യായത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു ഇവിടെ സഭ ആരംഭിച്ചുവെന്നും പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചുവെന്നും ജലസ്നാനത്തിൽ കൂടി എല്ലാവരും രക്ഷപ്പെടുന്നു എന്നൊക്കെയുള്ള പഠിപ്പീരാണ് ഇന്ന് ക്രിസ്ത്യൻഡത്തിനെ വിഴുങ്ങിയിരിക്കുന്നത്. ഒരു ക്രിസ്ത്യൻഡത്തിന്റെ ഭൂരിഭാഗവും അതാണ് വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ 2-ാം അധ്യായത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയോളം അവിടെ ബ്രേക്ക് ചെയ്തു. ഒരു ചവിട്ടടി പോലും നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് വെക്കത്തില്ല, ഈ കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷമേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം 3 ആഴ്ച തുടർമാനമായിട്ട് അത് പഠിക്കുവാനും ചിന്തിക്കുവാനും ഇടയായി. ഒരു ചർച്ചും അവിടെ പുതുതായിട്ട് ആരംഭിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സഭ, അല്ലെന്നുണ്ടെങ്കിൽ പഴയ നിയമം മുതലേ ദൈവം നടത്തിക്കൊണ്ടുവരുന്ന ആ ഒരു ദൈവസഭ, കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്നു, സഭയെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കണ്ടതാണ്. സഭയിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ചും സഭയെ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ സഭയ്ക്ക് പുറത്തായിരിക്കട്ടെ എന്നൊക്കെ പറയുന്നൊരു ഭാഗമൊക്കെ ഏത് സഭയെക്കുറിച്ച് പറയുന്നു? ആ സഭയെയാണ് നമ്മൾ അപ്പസ്തോല പ്രവൃത്തികൾ 2-ലും കാണുന്നത്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രവാചക പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്നത് സിയോനിൽ ഒരു കാഹളം ഊതുവീൻ, സഭായോഗം വിളിപ്പീൻ, സഭയെ ശുദ്ധീകരിപ്പീൻ. ഏത് സഭയെക്കുറിച്ചാണ് ഈ പറയുന്നത്? അപ്പസ്തോല പ്രവൃത്തികൾ 2-ൽ ആരംഭിക്കാനിരിക്കുന്ന സഭയെക്കുറിച്ചാണോ ഈ പറയുന്നത്? യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുക ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ്, കർത്താവ് വരുന്നതിന് 500 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരിക്കുന്ന ഒരു സഭയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ആ സഭയോട് 3000 പേര് ചേർന്നു എന്നാണ് അപ്പസ്തോല പ്രവൃത്തികൾ 2-ന്റെ വ്യാഖ്യാനം. വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം. അവിടെ ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ കാണത്തില്ല. അവിടെ യഹൂദന്മാരായിട്ട് 2ആയിട്ട് പിരിയുന്നുണ്ട്. അത് വാസ്തവമാണ്. ഈ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. യഹൂദ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടൊരു ജാതി ഇല്ല, അങ്ങനെ ഒരു വിഭാഗമേ ഇല്ല. ജൂയിഷ് ക്രിസ്ത്യൻസ്, അതെന്ത് ക്രിസ്ത്യൻസ് ആണെന്ന് എനിക്കറിയത്തില്ല. യഹൂദ ക്രിസ്ത്യാനികൾ അനേകർ പറയാറുണ്ട്. യഹൂദ ക്രിസ്ത്യാനി ഒന്നുമില്ല, യഹൂദൻ ദൈവ വിളിപ്രകാരം പോകുന്ന യഹൂദൻ, അത്രേ ഉള്ളൂ. ഒത്തിരി യഹൂദന്മാരുണ്ട്. യഹൂദന്മാരെല്ലാം ദൈവജനമായിരിക്കണമെന്നില്ല. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇസ്രായേലിയർ ആയിരിക്കണമെന്നില്ല. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. വാഗ്ദത്ത പ്രകാരം ജനിച്ചവരത്രേ സന്തതി. ഇവിടെ യഹൂദൻ 2 ഗ്രൂപ്പാണ്. ഒന്ന് തിരഞ്ഞവര്, അതെല്ലാവരും തിരഞ്ഞുകൊണ്ടിരിക്കുക, മശിഹായെ തിരഞ്ഞുകൊണ്ടിരിക്കുക, ഉൽപ്പത്തി പുസ്തകം മുതൽ തിരഞ്ഞുകൊണ്ടിരിക്കുക, പ്രവാചക പുസ്തകങ്ങളെല്ലാം കർത്താവിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. മറ്റേത് തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഈ 2 ഗ്രൂപ്പ്, ഇത് യഹൂദനിൽ തന്നെയാണ് ഈ ഗ്രൂപ്പ്, തിരഞ്ഞവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും. ഇവിടെ ഒരു ക്രിസ്ത്യാനിയും നിങ്ങൾ കാണത്തില്ല, ഒരു ക്രിസ്തീയ സഭയും ആരംഭിച്ചിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2 നമ്മുടെ ഫണ്ടമെന്റൽ പ്രമാണത്തിൽ, അടിസ്ഥാന പ്രമാണത്തിൽ സഭ ആരംഭിച്ചിരിക്കുന്ന ദിവസം എന്നാണ് ഇന്നത്തെ ഒരു നല്ല ശതമാനം ക്രിസ്ത്യാനികളും വിശ്വസിച്ചിരിക്കുന്നത്. അവരോട് ആരോടും വിരോധമുണ്ടായിട്ടോ അവരെ നമ്മൾ പഠിപ്പിക്കുവാൻ തക്കവണ്ണം യോഗ്യത ഉണ്ടായിട്ടോ ഒന്നുമല്ല. സത്യം വാസ്തവമായിട്ട് അവർ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് എളിയൊരു സംരംഭമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. തിരുവചനത്തെ ഉള്ളതുപോലെ പഠിക്കുവാൻ, സിമ്പിളായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗത്തെ ഒരു മനുഷ്യനും കടക്കുവാൻ കഴിയാത്ത രീതിയിൽ തെറ്റായിട്ട് പഠിപ്പിച്ച് ആയിരങ്ങളെ റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുത്ത് നരകത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. ആത്മഭാരം കൊണ്ട് മാത്രമാണ് ഈ വിഷയം നിങ്ങളോട് വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് സംസാരിക്കുന്നത്.
ഇവിടെ നിങ്ങൾ ഒരു ക്രിസ്ത്യാനികളെയും ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ഇതുവരെ ഉള്ളതിലെ ടേക്ക് അവേ, ഇത്രയും പഠിച്ചതിലെ ഒരു മെയിൻ ടേക്ക് അവേ എന്ന് പറയുന്നത് ഇതുവരെ ഒരു ക്രിസ്ത്യാനിയെ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ബൈബിളിന്റെ ഒരു നല്ല ഭാഗവും നമ്മുടെ വിളി എന്താണെന്നുള്ളതിന്റെ ഒരു നല്ല ഭാഗവും മനസ്സിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സത്യം ആദ്യം നമുക്ക് മനസ്സിലാക്കണം. 6-ാം അധ്യായം വരെ നമ്മൾ പഠിച്ചിരിക്കുന്നു. ഇതുവരെ നമ്മൾ ഒരു ക്രിസ്ത്യാനിയും കണ്ടിട്ടില്ല, ഒരു ക്രിസ്തീയ ഉപദേശവും നമ്മൾ കണ്ടിട്ടില്ല. ഇവരാരും പറയുന്നത് ക്രിസ്തീയ ഉപദേശമല്ല, യഹൂദീയ ഉപദേശമാണ്. അവരിൽ കുറച്ചുപേര് മാത്രമേ കർത്താവിനെ അറിഞ്ഞുള്ളൂ. അത് ശരിയാ. ഞാനൊരു വാക്യം നിങ്ങളെ കാണിക്കാം. കർത്താവ് അവരോട് പറയുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. ഇതാരാ ഈ ചെറിയ ആട്ടിൻകൂട്ടം? ഇതാണ് 12 അപ്പോസ്തലന്മാരെ ലീഡ് ചെയ്യുന്ന ചെറിയ കൂട്ടം. കർത്താവായ യേശു ക്രിസ്തു സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു ചെറിയ കൂട്ടം. ലിറ്റിൽ ഫ്ലോക്സ്, ഫിയർ നോട്ട് ലിറ്റിൽ ഫ്ലോക്ക്, ഫോർ ഇറ്റ് ഈസ് യുവർ ഫാദേഴ്സ് ഗുഡ് പ്ലഷർ ടു ഗീവ് യു ദ കിങ്ഡം. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളാണ് സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ പോകുന്നത്. സ്വർഗരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് ആരാധനത്തിലുള്ളത്? അതിൽ മഹാപുരോഹിതനും പുരോഹിതനും ശാസ്ത്രിമാരും പരീശന്മാരും നിക്കോദിമോസും ഗമാലിയേലും ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പ് അല്ല അത്. അതാണ് ചെറിയ കൂട്ടം. 12 അപ്പോസ്തലന്മാരെ മീൻപിടുത്തക്കാരാ. അവര് പറഞ്ഞ അവരിൽ കൂടെ രക്ഷിക്കപ്പെട്ട ഒരു ചെറിയ ഗ്രൂപ്പ്, അതാണ് ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം. അവരാണ് യഹൂദന്മാർ. ആക്ച്വൽ യഹൂദന്മാര് ദൈവത്തെ മനസ്സിലാക്കി യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച്, യോഹന്നാൻ സ്നാപകനാൽ സ്നാനം സ്വീകരിച്ച് യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച്, ഒത്തിരി പേര് അതിനുശേഷം സ്നാനം സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് എന്നുള്ള ആ സത്യം മനസ്സിലാക്കി അതിൻ പ്രകാരം രക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ. ഹല്ലേലൂയ. ഇതാണ് യഹൂദന്മാരിലെ 2 ഗ്രൂപ്പുകൾ. ഇവിടെ ഞാൻ ടേക്ക് അവേ ആയിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇതുവരെ ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ കണ്ടില്ലെന്നെങ്കിലും മനസ്സിലാക്കി വേണം പോകുവാനായിട്ട്. 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുക. 6-ാമത്തെ അധ്യായം വരെ ഒരു ക്രിസ്ത്യാനിയും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്തീയ അടിസ്ഥാന പ്രമാണങ്ങളും നിങ്ങൾക്ക് ഇതുവരെ അവിടെ നിന്ന് കിട്ടത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ അടിസ്ഥാന പ്രമാണം ഒന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല, ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. അത് വെളിപ്പെടുത്താനുള്ള ആളിനെ വിളിക്കുന്നത് തന്നെ 9-ാമത്തെ അധ്യായത്തിലാണ്. സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ സത്യമാകും. അത് ദൈവം ഉലക സ്ഥാപനത്തിന് മുൻപ് മുതലേ സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്നതും നാം സ്വർഗത്തിലേക്ക് പോകുന്നതുമായ ഒരു സ്വർഗീയ പദ്ധതിയാണ്. യഹൂദന്മാരോട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള തനാക്കല്ല ഇത്. ഇത് നമ്മൾ ഈ വായിക്കുന്നത് ആക്ച്വലി തനാക്കിന്റെ ഭാഗമായിട്ട് ചേരേണ്ടുന്ന പുസ്തകമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ കർത്താവിനെ അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങളൊന്നും തനാക്കിന്റെ ഭാഗമായില്ല. ബട്ട് ഇതിനെയൊക്കെ വളരെ തന്ത്രപരമായിട്ട് സാത്താൻ ബൈബിളിന്റെ ഭാഗമായി ചേർത്തത് കാരണം നമ്മൾ നമ്മുടെ ഉപദേശങ്ങൾ എന്താണെന്നറിയാതെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്ന സുവിശേഷ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രക്ഷാമാർഗമായി സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ വലിയ വമ്പൻ കൺഫ്യൂഷനകത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. ഈ കൺഫ്യൂഷനിൽ നിന്ന് കൈപിടിച്ച് ജനത്തെ കയറ്റുവാനായിട്ടാണ് ദ ഗേറ്റ് മിനിസ്ട്രീസ് ഉത്സാഹിക്കുന്നത്. അതിനാണ് ഞാൻ നിങ്ങളെ ഈ വിഷയത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ യുഗം ആരംഭിക്കുവാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് കാരണമായ അധ്യായമാണ് 7-ാമത്തെ അധ്യായം. ഒരു പുതിയ ഡിസ്പെൻസേഷൻ, ഒരു കാലഘട്ടം മാറി പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്ന ഒരു യുഗം ആരംഭിക്കുവാൻ, ഒരു യുഗപ്പിറവി ആരംഭിക്കുവാൻ കാരണമായ അധ്യായമാണ് 7-ാമത്തെ അധ്യായം. കാരണം അവർ പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ദൂഷണം പറഞ്ഞു. അവരന്ന് മാത്രമേ പറഞ്ഞുള്ളൂ? അല്ല, അവര് പരിശുദ്ധാത്മാവ് വന്ന് അന്നു മുതലേ പറഞ്ഞു തുടങ്ങിയത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം മുതലേ അവർ പറഞ്ഞു തുടങ്ങിയത്. അവർ സഭയെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു നിൽക്കുന്ന അപ്പോസ്തലനെ കഴുത്ത് വെട്ടി കൊന്നുകളയാൻ വരെ അവർ തയ്യാറായിരുന്നത്. അവരെ പല ആവർത്തി പിടിച്ച് ജയിലിലിട്ടിരുന്നത്. അവരുടെ സഭയെ ഓടിച്ചിട്ട് മുടിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതിനെല്ലാം പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ദൂഷണമല്ലേ? തീർച്ചയായിട്ടുമാണ്. അതെല്ലാം അതിനെതിരായിട്ടുള്ള ദൂഷണമായിരുന്നെങ്കിലും അത് കൾമിനേറ്റ് ചെയ്യുന്നത്, അതായത് അതിന്റെ പാരമ്യത്തിൽ, അതിന്റെ ക്ലൈമാക്സിൽ എത്തുന്നത് സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന ഈ സംഭവമാണ്. പരിശുദ്ധാത്മ പൂർണ്ണനായി അവരോട് നിന്ന് സംസാരിക്കുന്ന സ്തേഫാനോസിനെ എറിഞ്ഞ് കൊല്ലുന്ന ഒരു സംഭവത്തോടുകൂടി പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം അതിന്റെ പാരമ്യത്തിൽ എത്തുകയാണ്. ഈ ലോകത്തിലെ സകല പാപവും നിങ്ങളോട് ക്ഷമിക്കും,
പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട്, പ്രവർത്തിക്കുന്നവരോട് ഈ ലോകത്തിലും ക്ഷമിക്കത്തില്ല, വരുവാനുള്ള സ്വർഗരാജ്യം എന്ന ആ ലോകത്തിലും നിങ്ങളോട് ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ് പാപം കുറ്റം ചെയ്യുകയും ദൈവം അവരുടെ അനുഗ്രഹങ്ങളും പദ്ധതികളും ഒക്കെ അവിടെ കൈവിടുകയും അവരെ താൽക്കാലികമായിട്ട് ദൈവം കൈവിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിന് ശേഷം പുതിയൊരു ഡിസ്പെൻസേഷൻ ആരംഭിക്കുക. കൈവിട്ടു പോയത് കാരണം ഇവർ നന്നാകുന്നത് വരെ ദൈവം വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നല്ല. ഇതെല്ലാം ദൈവിക നിശ്ചയമാണ്. ദൈവത്തിന് അനാദി നിർണയത്തിന് മുൻപേ അറിയാമായിരുന്നതും സ്വർഗത്തിൽ തീരുമാനിച്ചിരുന്നതുമായ സർവജ്ഞാനിയായ ദൈവത്തിന് ഇതെല്ലാം അറിയാമായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ദൈവം ഈ കാലഘട്ടത്തിൽ ആരംഭിക്കാനിരുന്ന ഒരു പദ്ധതി ഉലക സ്ഥാപനത്തിന് മുൻപേ സ്വർഗത്തിൽ സ്ഥിരമായിരുന്നതും ദൈവം പ്ലാൻ ചെയ്തിരുന്നതുമായ പദ്ധതി ഇവിടെ അതിന്റെ ചുരുൾ അഴിയുകയാണ്. അതിനെയാണ് കൃപായുഗം അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുന്നത്. ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത്. നാം ആ മാർഗത്തിൽ കൂടെ രക്ഷിക്കപ്പെടുന്നവരാണ്. യഹൂദ മാർഗത്തിലോ യഹൂദ വിളിയിലോ വിശ്വാസത്തിലോ രക്ഷിക്കപ്പെട്ട ദൈവജനം അല്ല നമ്മൾ എന്ന് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കുന്നു എങ്കിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ആർക്കെങ്കിലും ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 6-ാം അധ്യായത്തിൽ കഴിഞ്ഞ് 7-ാം അധ്യായം പഠിച്ചോ, പക്ഷെ അതിനപ്പുറത്തോട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. ആ കാര്യങ്ങളെ വ്യക്തമാക്കിയതിന് ശേഷം ചോദ്യങ്ങൾ ചോദിച്ചാട്ട് സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുക. 1-2 ആഴ്ച ഇവിടെ നിൽക്കാൻ എനിക്ക് മടിയില്ല. ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോകുവാനായിട്ട് കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ അതിന് ക്ലാരിഫിക്കേഷൻ തരാം. 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതാണ് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നത്. അതിനുശേഷം 2 മാസം ഒരു ബ്രേക്ക് ആയിരുന്നു. നിങ്ങളെ അതൊന്ന് റിഫ്രഷ് ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 7-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. സ്തേഫാനോസിന്റെ സാക്ഷ്യം. 7-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഒരു രത്ന ചുരുക്കം ആദ്യമായിട്ട് സ്തേഫാനോസ് അവതരിപ്പിക്കുകയാണ്. 7-ന്റെ 1 മുതൽ 50, 53, 51 വരെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഒരു ലോങ് ഹിസ്റ്ററിയാണ്. 7-ാം അധ്യായം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അതിന്റെ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിന്റെ സ്ഥാപനം, അതായത് ഞങ്ങൾ ഇളക്കപ്പെരുപ്പത്താൽ പറയുന്ന ഒരു കാര്യമല്ല, യേശു ക്രിസ്തു ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളെ മനസ്സിലാക്കിയ ചില കാര്യങ്ങളല്ല ഞങ്ങൾ ഈ പറയുന്നത്. ഇസ്രായേലിന്റെ സ്ഥാപനം മുതലുള്ള കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് അബ്രഹാമിനെ വിളിച്ചപ്പോൾ മുതൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തിന്റെയും വിളിയുടെയും ഒരു ഉറപ്പാണ് ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സ്തേഫാനോസ് ഇസ്രായേലിന്റെ സ്ഥാപനത്തെക്കുറിച്ചും അബ്രഹാമിന്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്നും ഒക്കെ അവരോട് പറയുകയാണ്. ഇസഹാക്കും യാക്കോബും അതിലൂടെ 12 ഗോത്രപിതാക്കന്മാരും ഇവരെ ജനത്തിന് ദൈവം പ്രദാനം ചെയ്യുന്ന ചരിത്രവും ഒക്കെ 7-ാം അധ്യായത്തിന്റെ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 9 മുതൽ 16 വരെ നോക്കിക്കഴിഞ്ഞാൽ യോസേഫിന്റെ ചരിത്രം, ജോസഫിനെ മിസ്രൈമിലേക്ക് വിറ്റുകളയുന്നതായിട്ടും മിസ്രൈമിൽ ദൈവം ജോസഫിനെ അനുഗ്രഹിക്കുന്നതായിട്ടും ആ ദേശത്തിന്റെ അധിപതിയായി തീരുന്നതായിട്ടും പിന്നീട് ഇസ്രായേൽ ജനം അവിടേക്ക് പോകുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരവിടെ അടിമകളായി തീരുന്നതും പിന്നീട് 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മോശയുടെ ജനനത്തിന്റെ പശ്ചാത്തലം കാണുവാനായിട്ട് കഴിയും. ഈ ഒരു 7-ാം അധ്യായം തുടക്കം മുതൽ ഒരു 50-51 വാക്യങ്ങൾ വരെ 53-ാമത്തെ വാക്യം വരെ ഈ ഒരു വലിയ സാക്ഷ്യമാണ് സ്തേഫാനോസ് പറയുന്നത്. അതിനെ ഞാൻ വാക്യപ്രതിവാക്യമായിട്ട് വായിച്ചു പോകുന്നില്ല. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹിസ്റ്ററിയാണ്. ഞാനത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് വിടുക. അത് വായിച്ചു കഴിയുമ്പോഴത്തേന് 20 മുതൽ 38 വരെ വായിച്ചാൽ മോശയുടെ വളർച്ചയും ഇസ്രായേലിന്റെ വിമോചകനായിട്ട് ദൈവം തന്നെ ഉപയോഗിക്കുന്നതും ഒക്കെ എടുത്തു കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 39 മുതൽ 53 വരെ മോശയെ ജനം തിരസ്കരിക്കുന്നതും വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്നതും ന്യായപ്രമാണം വിട്ടുപോകുന്ന ജനത്തോട് ദൈവം കോപിക്കുന്നതും ദൈവകോപം അവരുടെ മേൽ വരുന്നതും ഒക്കെ സ്തേഫാനോസ് ഇവിടെ പറയുകയാണ്. ആരോടായി പറയുന്നത്? ഇതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഇസ്രായേൽ ജനം, മഹാപുരോഹിതൻ, സന്നിധിൻ സംഘം, ആ വലിയൊരു കൂട്ടം ഇസ്രായേലിന്റെ ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു റെപ്രസെന്റേഷൻ ആണ് ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരോട് ആധികാരികമായിട്ട് പറയാൻ, ഞങ്ങൾ ഇന്നോ ഇന്നലെയോ ആരംഭിച്ച ഒരു പ്രസ്ഥാനമല്ല ഇത്. യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വന്നു എന്ന് ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ ഈ സംസാരിക്കുന്ന അന്യഭാഷകളും ഞങ്ങളിൽ കൂടെ നടക്കുന്ന ഈ വലിയ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ഒന്നും ഇന്നും ഇന്നലെയോ ആരംഭിച്ചതല്ല. അബ്രഹാമിന്റെ വിളി മുതൽ നമ്മുടെ പ്രോമിസ് ഇതാണ്. അത് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്, അത് നിങ്ങൾക്കും ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുവാനായിട്ട് അവരോട് പറയുക. ആ ആധികാരികത മനസ്സിലാക്കുവാൻ അതിന്റെ അബ്രഹാമിന്റെ വിളി മുതൽ ഇസ്രായേലിന്റെ സ്ഥാപനം മുതൽ
ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി അതിനെ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നത് 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഒരു വാക്യം മാത്രം ഞാൻ ഒന്ന് പ്രൊജക്ട് ചെയ്തിട്ട് അവിടുന്ന് ഞാൻ മാറാം. 1-ാമത്തെ വാക്യം 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്. അവിടെ പറഞ്ഞു തുടങ്ങിയ സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ നിന്ന് വന്നു പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഇതിവിടെ നിന്ന് ആരംഭിക്കുക. മെസൊപ്പൊത്താമ്യയിൽ നിന്ന് അബ്രഹാം തിരിച്ച ചരിത്രം മുതൽ ആരംഭിക്കുക. മെസൊപ്പൊത്താമ്യ എന്ന് പറയുന്നത് ഇറാഖാണ്, ഇന്നത്തെ ഇറാഖ്, ബാബിലോൺ. അവിടുത്തെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് ഈ നദികൾക്ക് അപ്പുറം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് മെസൊപ്പൊത്താമ്യ. അതിനിടയിലുള്ള ഒരു സ്ഥലമാണ് മെസൊപ്പൊത്താമ്യ എന്ന് പറഞ്ഞാൽ തന്നെ നദികളുടെ ഇടയിൽ കിടക്കുന്ന ഭൂപ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ്. ആ മെസൊപ്പൊത്താമ്യയിൽ നിന്നും അബ്രഹാം യാത്ര തിരിച്ച് ഹാരാനിൽ വന്ന കാലം മുതൽ അവിടം മുതലുള്ള ചരിത്രം പറഞ്ഞു തുടങ്ങിയാണ്. ഇവിടെയാണ് യോശുവ ആക്ച്വലി ഈ ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്ത് കൊണ്ടാക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേന് ഇവർ ഒത്തിരി പേര് വീണ്ടും തിരിഞ്ഞു പോകും. ഇവർ അന്യദൈവാരാധനയിൽ വീണ്ടും അകപ്പെട്ടു പോവുകയും അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ആ ദൈവങ്ങളെ ആരാധിക്കുവാനായിട്ട് പോകുമ്പോൾ യോശുവ പറയുന്നൊരു ഭാഗമുണ്ട്. 24-ാമത്തെ അധ്യായം, യോശുവ 24:15 വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. അവിടെ പറയുന്നുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നദിക്ക് അക്കരെയുള്ള ദേവന്മാരെയോ മിസ്രൈമിൽ നദിക്ക് ഇക്കരെ മിസ്രൈമിലെ ദേവന്മാരെയോ ആരെ വേണമെങ്കിൽ ആരാധിക്കാം. ഈ നദിക്ക് അക്കരെ എന്നൊക്കെ പറയുന്നത് അബ്രഹാമിന്റെ കാര്യമായി പറയുന്നത്. അതായത് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദിക്ക് അക്കരെ കരയിൽ നിന്നാണ് അബ്രഹാം വരുന്നത്. ആ കാലത്ത് അവരവിടെ ആരാധിച്ചിരുന്ന ദേവന്മാരുണ്ട്. നദിക്ക് അക്കരെ കരയിലുണ്ടായിരുന്ന ദേവന്മാര്. അവരെ വേണമെങ്കിൽ പാരമ്പര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വേണമെങ്കിൽ ആരാധിക്കാം. ഇനി അല്ല, കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം മിസ്രൈമിൽ വന്ന് നിങ്ങൾ ആരാധിച്ചു തുടങ്ങിയ ദേവന്മാരുണ്ട്, അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആരാധിക്കാം. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ആരാധിക്കാം. പക്ഷെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ പറയുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ മെസൊപ്പൊത്താമ്യയിൽ നിന്ന് തിരിച്ചത് മുതലുള്ള ചരിത്രം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാണ് 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് അവരോട് പറഞ്ഞു തുടങ്ങുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിന്റെ 28 മുതൽ 31 വരെ, 15-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മെസൊപ്പൊത്താമ്യയിൽ നിന്നും അബ്രഹാം തിരിക്കുന്നതായിട്ടും ഇവിടെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുന്നതായിട്ടും വാഗ്ദത്ത പ്രകാരം പുറപ്പെടുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊന്നും ഞാൻ നിൽക്കുന്നില്ല, അവിടെ നിന്നൊക്കെ ഞാൻ ഈ പോരുകയാണ്. വാക്യം 39 മുതൽ 41 വരെ ഇസ്രായേൽ ജനം അവിടെ നിന്നൊക്കെ ദൈവത്തെ വിട്ട് വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്നതായിട്ട് കാണാം. കാളക്കുട്ടിയെ ആരാധിക്കുന്നതായിട്ടും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ പിതാക്കന്മാർ മുൻപ് ദൈവത്തെ കോപിപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങളും ഇന്ന് ദൈവത്തിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നു, ദൈവത്തെ കോപിപ്പിക്കുന്നു എന്ന് അവരോട് പറയുകയാണ്. ഇതിൽ കൂടെയൊക്കെ സ്തെഫാനോസ് ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ പിതാക്കന്മാര് ദൈവത്തെ കോപിപ്പിച്ചതുപോലെ അവർ അന്യ ആരാധനയിൽ പോയി ദൈവം കരം പിടിച്ച് നടത്തിക്കൊണ്ടുവന്ന ദൈവജനം പിതാക്കന്മാര് അന്യ ആരാധനയിലേക്ക് പോയതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ആ ഒരു അന്യ ആരാധനയിലേക്കും ദൈവത്തിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു, ദൈവത്തെ കോപിപ്പിച്ചിരിക്കുന്നു എന്ന് സ്തെഫാനോസ് അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അതിനുശേഷമാണെങ്കിലും ആകാശത്തിലെ സൈന്യം എന്ന് പറയുന്ന സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഈ ഗോളങ്ങളെയൊക്കെ ദൈവമായിട്ട് അവർ കാണുന്നു, ആരാധിച്ചിരുന്നു. അതിനൊക്കെ അവരുടെ മക്കളെ ബലി കഴിപ്പിച്ചിരുന്നു. ആ രീതിയിലേക്കൊക്കെ മാറിപ്പോയ ജനം. ആ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ സമർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോയ ജനം, നിങ്ങളെ ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അവിടെ ഒരു വാക്യം ഒന്ന് ഓർപ്പിച്ചിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും വരാം. ദിനവൃത്താന്ത പുസ്തകം 2 ദിനവൃത്താന്തം 24-ാമത്തെ അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഇത് കണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയം ഉപേക്ഷിച്ചു. ആരെക്കുറിച്ചായി പറയുന്നത്? ഇസ്രായേൽ ജനം പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയം ഉപേക്ഷിച്ചു, ആശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു. ദൈവം കൈക്ക് പിടിച്ച് നടത്തുന്ന ജനമാണ്. പക്ഷെ എന്നിരുന്നാലും അവർ ആശേര, ഇതാണ് ഇന്നും അനേകർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്, ഒരു ദേവതയാണ് ഈ ആശേര എന്ന് പറയുന്നത്. അസ്റ്റാർട്ടി എന്നും അർത്തമീസ് എന്നും ഒക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ആശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു. അവരുടെ ഈ കുറ്റം ഹേതുവായിട്ട് യഹൂദയുടെ മേലും യെരുശലേമിന്റെ മേലും കോപം വന്നു. ദൈവം അവരെ ശിക്ഷിക്കാനുള്ള കാരണം ഈ അശേര പ്രതിഷ്ഠയെ പോയി ആരാധിക്കുന്നത്. അവരെ യഹോവയെങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ
അവൻ പ്രവാചകന്മാരുടെ അവരുടെ അടുക്കൽ അയച്ചു. ഒത്തിരി പ്രവാചകന്മാരെ ഇവരുടെ അടുക്കൽ അയച്ചു. അവർ അവരോട് സാക്ഷീകരിച്ചു, എങ്കിലും അവർ ചെവി കൊടുത്തില്ല. ഇന്ന് അനേകർ ഈ സത്യം ജനത്തോട് പറയുമ്പോൾ ജനം കേൾക്കാതെ പാരമ്പര്യത്തിൽ അവരുടെ പിതാക്കന്മാർ ചെയ്ത് അതേ തെറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഇത് തന്നെയാണ് സ്തെഫാനോസ് അവരോട് എടുത്തു പറഞ്ഞതിന്റെ ഒരു റെഫറൻസ് ഞാൻ നിങ്ങളെ കാണിക്കുക. അവർ അവരോട് സാക്ഷീകരിച്ചു. ആരായി അവരെന്നൊക്കെ പറയുന്നത്? ഇത് യെശയ്യാവും സെഖരിയാവും ജെറമ്യാവും ഒക്കെ അവരോട് സാക്ഷീകരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് യഹോയാദാ പുരോഹിതന്റെ മകനായ സെഖരിയാവിന്റെ മേൽ വന്നു. അതൊരു പുരോഹിതനാണ്, സെഖരിയ പുരോഹിതൻ. പ്രവാചകനായിരുന്നു. അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതുപോലെ ദൈവം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എന്നാൽ അവർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. രാജാവിന്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. സെഖരിയാവിനെ പള്ളിയുടെ പ്രാകാരത്തിൽ വെച്ച് എറിഞ്ഞു കൊല്ലുക. എന്തിനാ? നിങ്ങൾ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞതുകൊണ്ട്. അതേ തെറ്റ് നിങ്ങളും മക്കളും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സ്തെഫാനോസ് മഹാപുരോഹിതന്റെ മുഖത്ത് നോക്കി പറയുക. എന്നാലേ അവർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. അവർക്ക് രക്ഷപ്പെടാനോ അന്നും പ്ലാനില്ല. രാജാവിന്റെ കൽപ്പന പ്രകാരം രാജാവ് വരെ തിരിഞ്ഞിരിക്കുക. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച്, പള്ളിയുടെ മുറ്റത്ത് വെച്ച് സെഖരിയാവിനെ എറിഞ്ഞു കൊല്ലുക. അങ്ങനെ യോവേശ് രാജാവ് അവന്റെ അപ്പനായ യഹോയാദാ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവന്റെ മകനെ കൊന്നുകളഞ്ഞു, സെഖരിയാവിനെ കൊന്നുകളഞ്ഞു. അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഈ ഉദാഹരണം നിങ്ങളെ കാണിച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സ്തെഫാനോസ് പറയുന്ന ആ കാര്യത്തിന്റെ ഒരു സീരിയസ്നെസിന്റെ ആ ഒരു ഗ്രിപ്പ് നിങ്ങൾക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സെഖരിയാവിനെ എറിഞ്ഞു കൊന്നത് കാണുന്ന വേറൊരാളാണ് ജെറമ്യാവ്. ജെറമ്യാവിനെ അതുപോലെ തന്നെ അവർ പ്രവാചകന്മാരെ കൊന്നവര് അതുപോലെ തന്നെ ജെറമ്യാവിനെ കൊല്ലുകയായിരുന്നു, ഇതുപോലെ ഉപദ്രവിച്ച് കൊല്ലുകയായിരുന്നു. അതുകൊണ്ടാ ഈ സെഖരിയാവിനെ കൊല്ലുന്നത് കണ്ടുകൊണ്ട് ദൈവകോപം ഇസ്രായേലിന്റെ മേൽ വരാൻ പോകുന്നത് കണ്ടുകൊണ്ട് ജെറമ്യ പ്രവചിച്ചാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം തന്നെ എഴുതിയിരിക്കുന്നത്. ലാമെന്റേഷൻസ്, നിങ്ങൾ കരയാനായിട്ട് വിലാപം, അതിനുവേണ്ടി എഴുതിയ പുസ്തകമാണ് ജെറമ്യ, വിലാപങ്ങളുടെ പുസ്തകം തന്നെ. അതുപോലെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. അവർ ദൈവത്തെ കോപിപ്പിക്കുകയും പ്രവാചകന്മാരെ കൊന്നുകളയുകയും ചെയ്തതിലൂടെ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നു, സത്യത്തിന് ചെവി കൊടുക്കുന്നില്ല എന്ന് സ്തെഫാനോസ് അവരോട് പറയുകയാണ്. ഇത് ഒരു 51 വാക്യം വരെ ഈ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവിടം വരെ വായിക്കുന്നില്ല. എന്നാൽ 51 വാക്യം മുതൽ ചില കാര്യങ്ങൾ ഒന്ന് വായിച്ച് ചിന്തിച്ച് നമ്മൾ 8-ാമത്തെ അധ്യായത്തിലേക്ക് പെട്ടെന്ന് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 51 വാക്യത്തിൽ സ്തെഫാനോസ് അവരോട് പറയാ, ശാഠ്യക്കാരും ഞാനത് പ്രൊജക്ട് ചെയ്തില്ല. അവരോട് പറയാണ്, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവര്, എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് യാതൊരു ലജ്ജയും ഇല്ലാത്ത രീതിയിൽ ദൈവവചനത്തിൽ നിന്ന് അത് ചെവിക്കും ഹൃദയത്തിനും യാതൊരു പരിച്ഛേദനയും ഇല്ലാത്തവരായി നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ അറിയിച്ചിരിക്കുന്ന യാതൊരു ആത്മീക ഉപദേശങ്ങളും നിങ്ങൾ സ്വീകരിക്കാതെ അവരെ കൊന്നുകളഞ്ഞതുപോലെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ. ഇത് ആരോടാ പറയുന്നതെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ ഉത്തരവിട്ട കയ്യഫാവിനോടും ഹന്നാഫിനോടും അതുപോലുള്ള മഹാപുരോഹിതനോടുമാണ്. 1 വർഷമായിട്ടേ ഉള്ളൂ ഈ സംഭവം നടന്നിട്ട്. ഇവരെ വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ക്രൂശിൽ തറച്ച് കൊന്നുകളയാൻ അധികാരമുള്ള മഹാപുരോഹിതനോടും പൗരോഹിത്യ വൃന്ദത്തോടുമാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുൻ അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. ഇവരെ എല്ലാവരെയും നിങ്ങൾ കൊന്നുകളയുക ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്തെഫാനോസിന്റെ അന്ത്യഭാഗങ്ങളാണ് ഈ 51, 52, 53 വാക്യങ്ങൾ പറയുന്നത്. അവനെ നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. അവരുടെ കുറ്റം അവരുടെ മുഖത്ത് നോക്കി പറയുക ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഉൾക്കൊള്ളാത്തതുപോലെ തന്നെ അന്ന് സ്തെഫാനോസ് ഈ കാര്യം അവരോട് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നില്ല, അവരത് ഉൾക്കൊണ്ടില്ല.
സാത്താൻ അവരിലൂടെ ഈ സത്യത്തിനെതിരായിട്ട് പോരാടിക്കൊണ്ടേയിരുന്നു. ഈ സത്യം അവർക്ക് മനസ്സിലാകാതെ. കാര്യം സ്തേഫാനോസ് ഇവിടെ പറയുന്ന ഒന്നും തെറ്റല്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഈ കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. സ്തേഫാനോസ് പറയുന്നത് ജനത്തെ തെറ്റായ കാര്യമല്ല ഇവിടെ പറയുന്നത്. പക്ഷേ സാത്താൻ അവരിലൂടെ ഈ സത്യത്തിനെതിരെ പോരാടിക്കൊണ്ടേയിരുന്നു. ഇവിടെ എന്താണ് സാത്താൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനം ജനം അറിയരുത്. യേശു ക്രിസ്തുവിലൂടെ ഇവിടെ നിവൃത്തിയായിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തി അല്ലെന്നുണ്ടെങ്കിൽ ആ പാപമോചനം ഇവർ അറിയരുത്. മാനസാന്തരം അറിയരുത്, ജലസ്നാനം അറിയരുത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇവർ പ്രാപിക്കരുത്, അനുഗ്രഹങ്ങൾ, ഹീലിങ്സ്, ബ്ലെസ്സിങ്സ് ഇതൊന്നും ഇവർ അനുഭവിക്കാൻ പാടില്ല. ഇസ്രായേൽ അല്ലെന്നുണ്ടെങ്കിൽ ലിറ്റിൽ ഫ്ലോക്സിന്റെ ഭാഗമാകരുത്. ഈ പറയുന്ന പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ അടങ്ങുന്ന ഇസ്രായേൽ ആസ് എ ഹോൾ, ആ ഒരു വലിയ ജാതി തിരഞ്ഞെടുക്കപ്പെട്ട ലിറ്റിൽ ഫ്ലോക്സ് മാതിരി ചെറിയ കൂട്ടത്തിന്റെ ഭാഗമാകരുത്. അവരുടെ വാഗ്ദത്തം ഫുൾഫിൽ ആകരുത്. ഇത് ആഗ്രഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്താനാണ്. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഫുൾഫിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗരാജ്യം ഭൂമിയിലേക്ക് വരികയാണ്. ആ സാത്താന്റെ അധീനതയിലുള്ള സാത്താനിൽ നിന്ന് ദൈവം അതിനെ തിരിച്ചു വീണ്ടെടുക്കുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം സാത്താനാണ്. അതുകൊണ്ട് തന്നെ ഈ സംഗതി യാതൊരു വിധത്തിലും നടപ്പാകരുതെന്ന് ആഗ്രഹിക്കുന്നത് സാത്താനാണ്. അതുകൊണ്ടൊരു വലിയ കൂട്ടം ജനത്തെ അവരുടെ കണ്ണ് മൂടി, അവരുടെ കണ്ണിൽ എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, തന്റെ കണ്ണിൽ നിന്ന് ഒരു ചെതുമ്പൽ പോലെ ഒരു സംഗതി, ചെതുമ്പൽ പോലെ കണ്ണിൽ നിന്ന് വീണു എന്ന് പറയുന്ന മാതിരി ഒരു ചെതുമ്പൽ കണ്ണിനെ മൂടിയിരിക്കുക. കാര്യങ്ങളെ അവർക്ക് വ്യക്തമായിട്ട് ആത്മീക കാഴ്ചപ്പാടില്ലാത്തവരായി പോയിരിക്കുക. ഇവിടെ ഇത് സ്തേഫാനോസ് എടുത്തു പറയുമ്പോഴും അവർക്ക് അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുവാൻ തക്കണം പല്ല് കടിച്ചുകൊണ്ട് അവിടെ നിന്ന് തന്നെ എറിഞ്ഞു കൊല്ലുവാൻ പാകത്തിന് അവർ കോപാകുലരായിരിക്കുകയാണ്. ഇത് തന്നെയാണ് സാത്താൻ ഇന്നും ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നാൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെയൊക്കെ കൊടുത്ത് അവരെ സംതൃപ്തരാക്കി നിർത്തിയിരിക്കുക. ഇതേ കാര്യങ്ങൾ തന്നെ യേശു ക്രിസ്തുവിൽ കൂടി ആരംഭിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി, ക്രൂശിലൂടെ സകല മനുഷ്യർക്കും രക്ഷ, ആ ക്രൂശിലെ വിശ്വാസത്താൽ അതിലൂടെ ഒഴുകിയ രക്തത്തിലെ ആഴമായ സമർപ്പണത്താൽ നാം രക്ഷിക്കപ്പെടുന്നു എന്നുള്ള വിശ്വാസം ജനം അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നത് സാത്താനാണ്. അതുകൊണ്ട് അവൻ വേറെ പല കാര്യങ്ങളെ നമുക്ക് തന്ന് നമ്മളെ സംതൃപ്തരാക്കി ഒതുക്കി നിർത്തിയിരിക്കുക. കാര്യം ജനം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് രക്ഷിക്കപ്പെടാവുന്ന ഒരു കൃപ കാലഘട്ടമായത്. ദൈവം കൃപ തോന്നി സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യനെ രക്ഷിക്കുവാനുള്ള മനുഷ്യ പ്രീതി ഉദിച്ചപ്പോൾ നാം ചെയ്ത നീതി പ്രവർത്തികളാൽ അല്ല, ദൈവത്തിന്റെ കരുണ നിമിത്തം അത്രേ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്നൊരു കാലഘട്ടമായത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന കാലമാണ്. ഇത് TGM പ്രസംഗിച്ചു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഗേറ്റ് ചർച്ച് ഇത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇതിനെ ഉൾക്കൊള്ളത്തില്ല. കാര്യം സാത്താൻ അതിനെതിരെ പോരാടിക്കൊണ്ടേയിരിക്കും. ക്രൂശ് വെളിപ്പെടുവാനായിട്ട് അനുവദിക്കത്തില്ല. അതിന് പകരമായിട്ട് ഇന്ന് സാത്താൻ ജനത്തിനെ തെറ്റിക്കുവാനായി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വലിയ മാർഗമായി റിലീജിയൻ എന്ന് പറയുന്നത്. ഈ റിലീജിയൻ ഇന്ന് കാണുന്ന സകല മതത്തിന്റെയും സകല റിലീജിയന്റെയും, യു ജസ്റ്റ് നെയിം ഇറ്റ്, ഏത് റിലീജിയന്റെയും സുപ്രീം ഡയറക്ടർ എന്ന് പറയുന്നത് സാത്താനാണ്. എൻഡ് ഓഫ് ദ ഡേ സകല മാനവും മഹത്വവും അതിൽ കൂടെ പോകുന്നത് സാത്താനാണ്. അതിൽ അവൻ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന റിലീജിയനാണ് ക്രിസ്ത്യാനിറ്റി. നിങ്ങൾ ഇത് എവിടെങ്കിലും അടിവരയിട്ട് എഴുതി വെച്ചോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ. പരിശുദ്ധാത്മാവിൽ കൃപയും കൃപാവരങ്ങളും ലഭിച്ച അപ്പോസ്തലന്മാരടക്കം പറഞ്ഞത് അവർ വിശ്വസിച്ചില്ല എങ്കിൽ, ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുക. ഈ മലയോട് ഇവിടുന്ന് ചാടിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുന്ന് ചാടിപ്പോകും. ലോകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകാൻ പറഞ്ഞ ദൈവം അവരുടെ മേൽ ശക്തി പകർന്നിരിക്കുക. ആ ശക്തി ലഭിച്ച, പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ച 12 അപ്പോസ്തലന്മാരും അതുപോലെ അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അപ്പോസ്തലന്മാരും മേശമേൽ ശുശ്രൂഷിക്കുവാനായി ഏൽപ്പിച്ച സ്തേഫാനോസ് പോലുള്ള ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് ഉൾക്കൊള്ളാതെ അവരെ എറിഞ്ഞു കൊല്ലുവാൻ തക്കവണ്ണം സാത്താൻ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ, എന്നെയും നിങ്ങളെയും പോലെ സാധാരണക്കാരായ ആൾക്കാർ ഇത് പറയുമ്പോൾ ജനം കൈനീട്ടി അതിനെ സ്വീകരിക്കത്തില്ല. ഇതിനെതിരെ എന്നും പോരാടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവസ്നേഹത്തിൽ സൗമ്യതയോട് ഈ കാര്യങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ, അവരുടെ അന്ത്യം എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്നത് കൊണ്ട്
അതിനെ മനസ്സിലാക്കിയ ദൈവസ്നേഹത്തോട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റി ഇന്ന് എന്താണെന്ന് ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല. എന്തെല്ലാം വിചിത്രമായ ഉപദേശങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയിൽ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? റൈറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു സംഗതി അവർക്ക് അറിയാൻ വയ്യാത്തത് കാരണം എന്തെല്ലാം ഉപദേശങ്ങൾ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഉപദേശങ്ങൾ എടുത്തിരിക്കുക. വളരെ വിചിത്രമായി ക്രിസ്ത്യാനിറ്റി 40,000-45,000-ലേറെ ഡിനോമിനേഷനുകൾ ആ രീതിയിൽ പോയിരിക്കുക. എല്ലാവർക്കും വേണ്ടുന്നത് കൊടുത്ത് സംതൃപ്തരാക്കി നിർത്തിയിരിക്കുക. 55 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ചില വാക്യങ്ങൾ കൂടെ വായിച്ച് കേൾപ്പിക്കാൻ. 53 സ്തെഫാനോസ് പറയാം, അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകന്മാരുമായി തീർന്നു. ആർക്ക്? കർത്താവായ യേശു ക്രിസ്തുവിന്. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു. ന്യായപ്രമാണ പുസ്തകത്തിൽ മുഴുവനും കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം ഉൽപ്പത്തി പുസ്തകം മുതൽ തിരുവെഴുത്തുകളിൽ കർത്താവ് വരുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. ഇവർ അതിനുവേണ്ടി തലതല്ലി കാത്തിരുന്നവരാ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായിട്ട് ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് അവന് നേരെ തിരിയുക. ഇവിടെ അടുത്ത വാക്യങ്ങൾ, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതൊക്കെ വിവരിക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് അധികം റെലവന്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല. കർത്താവ് അവിടെ നിൽക്കുന്നതും യേശു അവിടെ നിൽക്കുന്നതിന്റെ പർപ്പസ് എന്താണെന്നും കർത്താവ് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കേണ്ടതാണ്. എന്നാൽ അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ തന്നെ കർത്താവ് വരുന്നതിനെ കുറിച്ച് അതിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. കർത്താവിനെ അവിടെ കാണുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നത് കാണുകയാണ്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. കർത്താവിനെ കാണുകയാണ്. ഇതിന് ശേഷം യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ആദ്യത്തെ അപ്പിയറൻസ് ആണ്. ശരിക്കും അതിനുശേഷം കാണുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. അതിനുശേഷം കാണുന്നത് അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. ഇത്രമാത്രം എന്താ സ്തെഫാനോസ് ഇവിടെ തെറ്റ് ചെയ്തത്? സുവിശേഷമാണ് പറഞ്ഞത്. പിതാക്കന്മാരുടെ കാലം മുതലുള്ള വള്ളിപുള്ളി തെറ്റില്ലാതെ മെസപ്പൊട്ടേമിയയിൽ നിന്ന് തുടങ്ങി അബ്രഹാമിനെ വിളിച്ചപ്പോൾ മുതൽ ഇപ്പൊ വരെ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കമാണ് പറഞ്ഞത്. ഇതേ അപ്രോച്ചാണ് ഇന്ന് നമ്മളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ ആദാമിനെ ദൈവം എന്തിനെ സൃഷ്ടിച്ചു, അതിൽ കൂടി എന്താണ് ദൈവം ആഗ്രഹിച്ചതെന്നു മുതലുള്ള ചരിത്രം പറഞ്ഞിട്ട് ഇപ്പോഴുള്ള രക്ഷാപദ്ധതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആൾക്കാര്, മറ്റുള്ളവരല്ല കേട്ടോ, ഹൈന്ദവരോ മുസ്ലിങ്ങളോ ഒന്നുമല്ല, ക്രിസ്ത്യാനികള് പ്രത്യേകിച്ച് ആത്മീയമായിട്ട് മുന്നേ നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്നവര് ഇതുപോലെ ചെവി പൊത്തിക്കൊണ്ട് പാഞ്ഞോടി വരും. എന്തോ ഒരു അന്യായമാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചിട്ട് സത്യം ഗ്രഹിക്കാൻ കഴിയാത്തവണ്ണം, സത്യത്തിൽ അനേക ഘാതം മാറിപ്പോയിരിക്കുക. ദൈവവചനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം, വിളിയും തെരഞ്ഞെടുപ്പും എന്താണെന്ന് അറിയാതെ പാരമ്പര്യത്തിന്റെ കെട്ടിലും പഴങ്കഥകളിലും അകപ്പെട്ടു പോയിരിക്കുക. യഹൂദീയ വിശ്വാസം എന്താണ്, ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുഴച്ചിലുകളിൽ നാം കുഴഞ്ഞു പോകും. 58 അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. അത്രയും എന്തായാലും അവർ ചെയ്തു. കല്ലെറിയുന്നതിന് മുമ്പ് നഗരത്തിൽ വെച്ച് എറിയാൻ പാടില്ല, പാളയത്തിന് പുറത്തു കൊണ്ടുപോകണം. നഗരത്തിന് പുറത്തു കൊണ്ടുപോയിട്ട് എറിഞ്ഞു കൊല്ലാൻ പറ്റത്തുള്ളൂ. എന്നാൽ അത് ചെയ്തു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. ശൗലിന്റെ കാൽക്കൽ ബാല്യക്കാര് സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. ഈ ശൗലിനെ ഇവിടെ കാണുകയാണ്. ഇതാണ് അപ്പോസ്തലനായ പൗലോസായിട്ട് ദൈവം പിന്നീട് മാറ്റുന്ന ചെറുപ്പക്കാരൻ. അടുത്തത്, കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവന് മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന രംഗമാണ്. അവർ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ അടുത്ത് ചെന്നു. ഇവിടെ ആക്ച്വലി അവര് പാളയത്തിന് പുറത്തു കൊണ്ടുപോയിട്ടാണ് എറിഞ്ഞതെങ്കിലും ഇവിടെ റോമൻ അധികാരി നാടുവാഴിയുടെ അംഗീകാരം, അനുവാദം ഇതിനുവേണ്ടി വാങ്ങേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ അവർ പീലാത്തോസിന്റെ അടുക്കൽ അപ്പീലിന് പോകാൻ കാരണം ഹെരോദാവിന് കൊല്ലുവാനായിട്ടുള്ള അധികാരമില്ല.
അത് ഒരാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ റോമൻ നാടുവാഴി, റോമൻ ഗവർണറുടെ അപ്രൂവൽ, അംഗീകാരം വേണം. എന്നാൽ അതൊന്നും ഇവിടെ അവര് വാങ്ങുന്നതായിട്ട് കാണുന്നില്ല. പീലാത്തോസ് സന്നിധിൻ സംഘത്തെ ആ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നതായിട്ടും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. സന്നിധിൻ സംഘത്തിന് അങ്ങനെ കൊല്ലുവാനായിട്ടുള്ള അധികാരമില്ല, അടുപ്പിക്കുവാനുള്ള അധികാരമേ ഉള്ളൂ. എന്നാൽ സന്നിധിനെ ഇവിടെ കുറ്റം പറയുന്നതായിട്ടും കാണുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൗൽ അപ്പോഴേക്കും സന്നിധിൻ സംഘത്തിലെ സ്വാധീനമുള്ള ഒരാളായി മാറി എന്ന് വേദപണ്ഡിതന്മാര് അഭിപ്രായപ്പെടുകയാണ്. കാര്യം സാക്ഷികൾ വസ്ത്രം ഊരിക്കൊണ്ട് ശൗലിന്റെ കാൽക്കലാ വയ്ക്കുന്നത്. അതിന്റെ ഒരു ഫോർമാലിറ്റിയാണ്. അതിന്റെ ചീഫ് ആയിട്ടുള്ളവരുടെ കാൽക്കലാണ് അത് കൊണ്ടുവയ്ക്കേണ്ടുന്നത്. അങ്ങനെ ശൗലിന്റെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കുന്നതായിട്ട് കാണാം. 8-ാം അധ്യായം തുടങ്ങുമ്പോഴേ നമുക്ക് കാണാം അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് 8-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ. ഇവിടെ എല്ലാം ശൗല് സന്നിധിൻ സംഘത്തിലെ ആ ഒരു തലവനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് ഓർഡർ ഇടാൻ കഴിയുന്ന ലെവലിലേക്ക് താൻ ഉയർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 22-ാമത്തെ അധ്യായം അപ്പോസ്തലപ്രവൃത്തികൾ 22-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ കുലപാതകത്തിന് സ്തേഫാനോസിനെ കൊല്ലുമ്പോൾ ഞാനും അനുവാദം കൊടുത്തു എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ എല്ലാം ശൗല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ഓർഡർ ഇട്ടതിന്റെ മുന്നിൽ നിന്നിരുന്ന ഒന്നാമത്തെ ആളാണ്. അതുകൊണ്ടാണ് ദൈവം ആ പാപികളിൽ ഒന്നാമനെ ഇവിടെ ഒരു പുതിയ യുഗം ആരംഭിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ലോകത്തിൽ പാപികൾ വേറെ ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാ പാപങ്ങളും നമ്മളോട് ക്ഷമിക്കുവാൻ കഴിയുന്ന പാപമാണ്. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ഈ ലോകത്തിൽ ക്ഷമിക്കത്തില്ല എന്ന് പറയുന്ന പാപം പരിഹരിച്ചുകൊണ്ട് ദൈവം ഒരു 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 ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, കൃപായുഗം, ഒരു പാപവും മോചിക്കപ്പെടാത്തതായിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു കൃപായുഗം അന്നത്തെ പാപികളിൽ ഒന്നാമനായ പൗലോസ് അപ്പോസ്തലനെ രക്ഷിച്ചുകൊണ്ട് കർത്താവ് അവിടെ ആരംഭിക്കുക. ഇതുകൊണ്ടാണ് തിമത്തിയോസ് 1 തിമത്തിയോസ് 5-ാം അധ്യായത്തിലൊക്കെ പറയുന്നത്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയാൻ കാര്യം, ഐ ആം ദ ചീഫ് ഓഫ് ദോസ് സിന്നേഴ്സ് എന്ന് പറയാൻ കാര്യം, പൗലോസ് അപ്പോസ്തലനെ ദൈവം ഇവിടെ നിന്ന് വിളിക്കുകയാണ്. അടുത്ത വാക്യം, അവൻ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന് നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ ചെയ്ത അതേ ഫോർമാലിറ്റീസ് ഇവരിവിടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. എന്നാൽ അതൊന്നും ചെയ്തതായിട്ട് നമുക്ക് കാണുന്നില്ല. കാര്യം ശൗലിന്റെ നേതൃത്വത്തിൽ അത് ചെയ്തിരുന്നതുകൊണ്ട് അത്രമാത്രം തനിക്ക് സ്വാധീനം ഉണ്ടായിരുന്നു എന്നൊരു അഭിപ്രായമാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. കർത്താവായ യേശുവെ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. 59-60 വാക്യങ്ങൾ സ്തേഫാനോസിന്റെ അവസാന വാക്കുകളാണ്. അവന് വേണ്ടിയും അവനെ കുല ചെയ്യുന്നവർക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനയായിരുന്നു തന്റെ അവസാന വാക്കുകൾ. സ്തേഫാനോസ് ഇസ്രായേലിന്റെ പാപത്തിനെതിരെ പ്രതികരിച്ചെങ്കിലും അവർക്കെതിരെ വ്യക്തിപരമായിട്ട് പ്രതികരിച്ചില്ല. അവർക്കെതിരായിട്ട് വ്യക്തിപരമായിട്ട് ഒന്നും പറഞ്ഞില്ല. അബ്രഹാമിനെ വിളിച്ചപ്പോൾ മുതൽ അവർ തെറ്റിപ്പോയിരിക്കുന്ന കാര്യങ്ങൾ അവരെ ഓർപ്പിച്ചു, അല്ലാതെ വ്യക്തിപരമായിട്ട് ആരോടും പ്രതികരിച്ചില്ല. ഞങ്ങളും ഇതേ ഒരു രീതി തന്നെയാണ് അവലംബിച്ചിരിക്കുന്നത്. വ്യക്തിപരമായിട്ട് ആരോടും ഞങ്ങൾക്ക് വിരോധമില്ല. നമ്മളെ ഉപദ്രവിക്കുന്നവരോടോ നമ്മളെ ആക്ഷേപിക്കുന്നവരോ ഒരുത്തരോട് പോലും ഒരു വിരോധം ഇന്നുവരെയും നമ്മൾ വെച്ച് പുലർത്തിയിട്ടില്ല. എത്ര ഉപദ്രവിച്ചവരോടും എത്ര ആക്ഷേപിച്ചവരോടും ഒക്കെ വളരെ സ്നേഹമായിട്ട് സംസാരിക്കാറുള്ളൂ. ഇതേ കാര്യമാണ്. കാര്യം നമുക്ക് വ്യക്തികളോട് ആരോടും ഒരു വിരോധവുമില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടെ അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ ഇന്നർ സർക്കിളിന്റെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴും പല വിഷയങ്ങൾ ഞങ്ങൾ ഇതുപോലെ ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ പറയാറുണ്ട്, ഹാർഡ് ഓൺ പ്രോബ്ലംസ്, നമ്മുടെ പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. പ്രശ്നങ്ങളോടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ അന്ധകാരം, അതിനോടാണ് നമുക്ക് പ്രശ്നമുള്ളത്. ആൾക്കാരോടല്ല, ഒരു മനുഷ്യരോട് ഒരു വിരോധവും നമുക്കില്ല. എല്ലാവരും നമ്മളെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് സ്തേഫാനോസിനെ ഇത്രയും എറിഞ്ഞു കൊല്ലുമ്പോഴും സ്തേഫാനോസ് പ്രാർത്ഥിക്കും, കർത്താവേ, ഈ പാപം അവർക്ക് നേരെ നിർത്തല്ലേ, അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഹല്ലേലൂയ. ഹാർഡ് ഓൺ പ്രോബ്ലംസ്, ഈ പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. എന്നാൽ വളരെ ലൈറ്റായിട്ട് ആൾക്കാരെ അവരുടെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അവരെ അംഗീകരിക്കാൻ, നാളെ ഈ വിഷയം അവർ മനസ്സിലാക്കി നമ്മളോടൊപ്പം ചേർന്ന് വരുവാൻ കാരണമാകേണ്ടതിനായിട്ട് വളരെ സൗമ്യമായ സമീപനം ജനത്തോട് ചെയ്യണം എന്ന് ഞങ്ങളുടെ ഇടയിലും ഞങ്ങൾ ഈ ഒരു വിഷയം പോലെ തന്നെ
ഞങ്ങൾ ഓർപ്പിക്കാറും ആ വിഷയത്തിൽ ഉത്സാഹിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം കമന്റുകൾ വന്നു കഴിഞ്ഞാലും കഴിവതും യൂട്യൂബിൽ വരുന്ന കമന്റുകൾക്ക് തന്നെ മറുപടി അധികം പറയാത്തതോ അല്ലെന്നുണ്ടെങ്കിൽ ഹാർഷായ ഭാഷയിൽ ആരും എഴുതാത്തതിന്റെ ഒക്കെ കാരണം ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ആരോടും പേഴ്സണലായിട്ട് വിരോധമില്ല. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാനും കഴിയുമെങ്കിൽ ഒരാളെയെങ്കിലും രക്ഷിക്കുവാനും ദൈവം ഞങ്ങൾക്കൂടെ സഹായിക്കട്ടെ എന്നൊരു അപേക്ഷയും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. 7-ാം അധ്യായം അവിടെ അവസാനിക്കുകയാണ്. കാര്യങ്ങൾ ഇതിനുശേഷം ഒരു മാറ്റം ആരംഭിക്കുന്നതായിട്ട് അടുത്ത അധ്യായങ്ങൾ മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ 7-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം അധികം ഡീറ്റെയിൽ ആയിട്ട് പോയില്ല. നിങ്ങൾക്ക് അതൊരു ഹോംവർക്ക് ആയിട്ട് ഞാൻ വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അത് വായിച്ചു നോക്കുമ്പോൾ എന്താണ് സ്തെഫാനോസ് പറഞ്ഞത് 51 വരെ 53 വരെയുള്ള വാക്യങ്ങളിൽ കൂടി പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെ മുന്നിൽ അടുത്ത ഒരു 15 മിനിറ്റ് ഉണ്ട്. പക്ഷേ ഉണ്ടെങ്കിൽ ഇന്നൊരു വാമപ്പ് സെഷൻ ആയതുകൊണ്ട് ഞാൻ ഇന്ന് 8-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നില്ല. 8-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ തുടങ്ങി വെക്കുവാനായിട്ട് കഴിയത്തില്ല. 5 മിനിറ്റ് ഉണ്ട്. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് ചിന്തിച്ച് ഒരു 5 മിനിറ്റിനകത്ത് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്. ഓക്കെ, 15 മിനിറ്റ് ഉണ്ടല്ലോ, നമുക്കൊരു 5 മിനിറ്റ് ആദ്യത്തെ ഭാഗങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് വേർതിരിക്കാം. സ്തെഫാനോസിന്റെ അടക്കം 8-ാമത്തെ അധ്യായത്തെ കുറിച്ചാണ്. 8-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം ഞാനൊന്ന് പ്രൊജക്ട് ചെയ്യാം. 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ്: അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. ഇതാരാണ് ഈ ശൗല്? ഈ ശൗലാണ് പൗലോസ് അപ്പോസ്തലനായിട്ട് ദൈവം മാറ്റിയ ശൗൽ. ശൗലിന് സമ്മതമാകാൻ കാര്യം എന്താ? സമ്മതം അല്ലെങ്കിൽ എന്താ? ഇദ്ദേഹം സന്നിധിയൻ സംഘത്തിൽ അത്രമാത്രം അധികാരമുള്ള ഒരാളായി മാറിയിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അതേതാണ് യെരുശലേമിലെ സഭ? ഇതാണ് 12 അപ്പോസ്തലന്മാരിൽ കൂടി പ്രവർത്തിച്ചു വരുന്ന പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന യെരുശലേമിലെ സഭ. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലുമ്പോൾ ആ വൈരാഗ്യം സ്തെഫാനോസിനോട് മാത്രമല്ല, ആ ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം എന്ന് പറയുന്ന ദൈവസഭയോട് മുഴുവനും അവർക്ക് വൈരാഗ്യവും വിരോധവുമായി. അവരെല്ലാം ഓടിച്ചിട്ട് ഉപദ്രവിക്കുവാൻ. പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമേ ഉള്ളൂ. നമ്മൾ ഈ ഇന്ത്യയിലേക്ക് നടക്കുന്ന പീഡനത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഓടിച്ചിട്ട് ഉപദ്രവിക്കുന്ന, അവരവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ഓടിപ്പോകേണ്ടുന്ന സാഹചര്യം. യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. ഈ സഭയ്ക്ക് ഉപദ്രവം നേരിട്ടു എന്നൊക്കെ പറയുമ്പോൾ ലിറ്റിൽ ഫ്ലോക്സ് ആണ്. അപ്പൊ തന്നെ അവിടെ വേറൊരു വലിയ സഭയുണ്ട്. മഹാപുരോഹിതന്മാരും മറ്റ് ശാസ്ത്രിമാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ കൂട്ടമുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. അത് നിങ്ങളുടെ മനസ്സിന്റെ കോണിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു വലിയ കൂട്ടം, ഒരു 90% യഹൂദന് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അവരെല്ലാവരും ഒന്നിച്ച് കർത്താവിനെ തിരഞ്ഞിരുന്നവരാ. പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ചെറിയ കൂട്ടമാണ്, ലിറ്റിൽ ഫ്ലോക്സ്. അവരാണ് ദൈവജനം. യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഇവിടെ അപ്പോസ്തലന്മാര് ചിതറിപ്പോകാഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് യെരുശലേമിൽ നിന്നിട്ട് എന്തോ വലിയ പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വലിയ ക്രൂസൈഡ് സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ വലിയ ക്യാമ്പോ പ്രത്യേക മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല അവിടെ നിന്നത്. അവരവിടെ നിന്നത് അവരോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് അതാണ്: നിങ്ങൾ യെരുശലേമിൽ തന്നെ പാർപ്പിൻ. കാര്യം യെരുശലേം ഇല്ലാതെ കിങ്ഡം സ്ഥാപിക്കാൻ പറ്റത്തില്ല. കിങ്ഡത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ അത് സ്ഥാപിതമാകുന്ന യെരുശലേമിൽ നിന്നാണ് ആരംഭിക്കുന്നത്. യെരുശലേമിലും യഹൂദയിലെല്ലായിടവും, പിന്നെ ശമരിയയിലും, പിന്നെ ഉലകത്തിന്റെ അറ്റത്തോളം. യെരുശലേം ആദ്യം പിടിക്കണം. ദേവാലയം അവിടെയാണ് ഇരിക്കുന്നത്. യെരുശലേം ദേവാലയം ആദ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അവർ യെരുശലേമിൽ പാർത്തു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നതും അവര് അവിടെ നിന്നും ശമരിയയിലേക്ക് പോയി, പിന്നെ യഹൂദിയയിലേക്ക് പോയി, പിന്നെ സിറിയയിലേക്ക് പോയി. അവരൊന്നും പോയതല്ല, അവർ ഓടിപ്പോയത്. ഇതൊന്നും ഗ്രേറ്റ് കമ്മീഷന് വേണ്ടി പോയതല്ല. സേഫ്റ്റി, നിലനിൽപ്പില്ലാതെ, നിക്കക്കണ്ണി ഇല്ലാതെ ഓടുക, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഓടിപ്പോയിരിക്കുക. അല്ലാതെ അവരവിടെ പോയി സുവിശേഷം അറിയിക്കാനായിട്ട് പോയതല്ല. നമ്മുടെ ആൾക്കാരൊക്കെ ഇതിനെ പഠിപ്പിക്കുന്നത് അവരവിടെ നിന്നും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മറ്റുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോയി എന്നാണ്. അവർ പോയത് നിക്കക്കണ്ണിയില്ലാതെ ഓടിപ്പോവുക. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. അവിടെ സ്തെഫാനോസിനെ അടക്കാൻ തന്നെ അധികം പേര് ഉണ്ടായിരുന്നില്ല. അതുപോലെ അവരെ ഭയങ്കര കലാപമാണ് അവിടെ നടക്കുന്നത്.
ഭക്തിയുള്ളവർ അവനെ അടക്കം ചെയ്തു, അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിപ്പിച്ചുകൊണ്ട് പോന്നു. ഇവിടെ പലരും പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നപ്പോഴത്തേന്, അല്ലെന്നുണ്ടെങ്കിൽ സഭയ്ക്കൊരു വലിയ പീഡനം നേരിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ദൈവം അതിൽ കൂടെ വേറൊരു മിഷണറിയെ ഉയർപ്പിച്ചു, വലിയ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ മിഷണറിയെ അന്ന് അതിൽ കൂടെ ഉയർപ്പിച്ചു എന്നൊക്കെ പ്രസംഗിക്കുന്ന കേൾക്കാം. സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്ന് വലിയൊരു ട്രിബുലേഷൻ അല്ലെന്നുണ്ടെങ്കിൽ മഹാകഷ്ടം അവിടെ ആരംഭിച്ചതിൽ കൂടി ദൈവം വേറൊരാളെ അവിടെ രക്ഷിക്കുകയായിരുന്നു എന്ന്. ഏതാളെയാ രക്ഷിച്ചത്? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അത് കഴിഞ്ഞിട്ടുള്ള അന്നും സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലാൻ ഉത്തരവിട്ടിട്ട് പിന്നെ കണ്ടില്ലേ അടുത്ത ദിവസങ്ങളിലെ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിപ്പിച്ചു പോന്നു. ഇവിടെ ഒന്നും ശൗലിന് ഒരു മാനസാന്തരവും ഉണ്ടായിട്ടില്ല. സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നതുകൊണ്ട് ശൗല് രക്ഷിക്കപ്പെട്ടു എന്ന് പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ശൗൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് തന്നെയാ ചെയ്തിരിക്കുന്നത്. തനിക്ക് ഒരു മാനസാന്തരവും അവിടെ ഉണ്ടായിട്ടില്ല. ഇത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ദമസ്കോസിലേക്ക് പോകുന്ന വഴിക്കാ ദൈവം ശൗലിനെ പിടിക്കുന്നത്. കാര്യങ്ങളെ ഉള്ളതുപോലെ പഠിപ്പിക്കുകയും കാര്യങ്ങളെ ഉള്ളതുപോലെ മനസ്സിലാക്കുകയും ചെയ്യണം. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന മാതിരിയായി പോകും. കാലിനനുസരിച്ചുള്ള ചെരുപ്പ് എടുക്കണം. ഇതൊക്കെ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ജനത്തിന് സത്യം മനസ്സിലാകും. എന്താണ് ക്രിസ്ത്യാനിറ്റി, എന്താണ് ക്രൂശന്റെ മഹത്വം. ആവശ്യമില്ലാതെ യഹൂദിയ മാർഗത്തിൽ നമ്മൾ കുരുങ്ങി പോകത്തില്ല. ഇന്ന് ക്രിസ്ത്യൻ 99% യഹൂദിയ മാർഗത്തിൽ കുരുങ്ങിപ്പോയിരിക്കുക. യെരുശലേമിലെ കാര്യങ്ങളിലും അവിടുത്തെ വിശ്വാസത്തിലും യഹൂദിയ വിശ്വാസങ്ങളിലും 12 അപ്പോസ്തലന്മാരുടെ അടിസ്ഥാന പ്രമാണത്തിലും ഒക്കെ ആയിട്ട് നാം പിടിച്ചാൽ പിടിവിടാത്ത രീതിയിൽ ബെർലിൻ മതിൽ പോലെ കോൺക്രീറ്റ് വാള് കെട്ടി മറച്ചിരിക്കുക. 4-ാമത്തെ വാക്യം, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ചിതറിപ്പോയവർ വചനം ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ചിതറിപ്പോയവർ എന്ത് വചനമായി ഇവർ സംസാരിച്ച്? ചിതറിപ്പോയവർ വചനമാണ് സംസാരിച്ചതെന്നുള്ളത് ശരിയാണ്, ഇവർ വചനം സംസാരിച്ചു എന്നുള്ളത് ശരിയാ. എന്ത് വചനമായി ഇവർ സംസാരിച്ചത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവർ പ്രസംഗിച്ചത് യേശു ക്രിസ്തുവിന്റെ ക്രൂശും കൃപയാൽ വിശ്വാസം മൂലം രക്ഷയുമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നുള്ള സുവിശേഷമാണോ ഇവർ പ്രസംഗിച്ചത്? യഹൂദനെന്നില്ല, യവനെന്നില്ല, ദാസന്മാരോ സ്വതന്ത്രരോ, നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഏക ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു എന്നാണോ ഇവർ പ്രസംഗിച്ചത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായിരിക്കും ഇവർ പ്രസംഗിച്ചതെന്ന്? അല്ല. ഇവിടെ ഒന്നും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ടേ ഇല്ല. ഇവർ യഹൂദിയ വിശ്വാസം പ്രസംഗിക്കുന്നത്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചു എന്നുള്ളത് ശരിയാ, ഇവർ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാ. ബട്ട് അക്കോർഡിംഗ് ടു ദ പ്രൊഫസി ആണ് അവർ ക്രൈസ്റ്റിനെ പ്രസംഗിക്കുന്നത്. അവർക്കറിയാവുന്ന ഒരു യഹൂദിയ മശിഹയുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ അവർ കാത്തിരുന്ന ഒരു യഹൂദിയ മശിഹയുണ്ട്. ആ മശിഹയാണ് പ്രസംഗിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ പ്രൊഫസി ആണ്, നോട്ട് അക്കോർഡിംഗ് ടു ദ മിസ്റ്ററി റിവീൽഡ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വിശ്വാസം ഇവിടെ ആരംഭിച്ചിട്ടില്ല. ഇവിടെ യഹൂദനും ജാതിയും എന്നുള്ള വ്യത്യാസം ഇപ്പോഴും ഇരിക്കുക. ഇവർക്ക് യഹൂദനും ജാതിയും എന്നുള്ളൊരു വ്യത്യാസം ഇരിക്കുന്നിടത്തോളം കാലം ബോഡി ഓഫ് ക്രൈസ്റ്റിന് വെളിപ്പെടുവാനേ കഴിയത്തില്ല. കാര്യം അതിൽ യഹൂദനൊന്നും യവനൊന്നും ഇല്ല. സകല മനുഷ്യർക്കും രക്ഷാകരമായ എല്ലാവരും ഒരുപോലെ. അവിടെ യഹൂദനൊന്നും യവനൊന്നും ഒരു വ്യത്യാസമില്ല. ഇവിടൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാ. ഇവർ വചനം പ്രസംഗിച്ചത് രക്ഷിക്കപ്പെടുവാനും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചും കൊണ്ട് യേശു ക്രിസ്തു അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ, യഹൂദൻ ലിറ്റിൽ ഫ്ലോക്സ് അവർ പഠിച്ച കാര്യങ്ങളാണ് അവർ പ്രസംഗിക്കുന്നത്. പന്തിരുവർ ഇത് തന്നെയാ പ്രസംഗിക്കുന്നത്. ഇവർക്ക് യഹൂദനും യവനനും ജാതികൾ എന്നുള്ള വലിയ വ്യത്യാസം ഇരിക്കുക. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 28-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 28-ാം വാക്യം, ഞാനത് റെഫറൻസ് എടുത്തിട്ടില്ല. നിങ്ങൾ അത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പത്രോസ് അപ്പോസ്തലൻ കൊർന്നലിയോസിന്റെ ഭവനത്തിൽ പോകുന്ന ഭാഗമാ. പത്രോസ് അപ്പോസ്തലൻ കൊർന്നലിയോസിന്റെ ഭവനത്തിൽ പോകുന്ന ഭാഗമാ. അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ, ഞാൻ പെട്ടെന്ന് എടുക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും
യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. മനസ്സിലായോ? ഈ പന്തിരുവരുടെ ലീഡർ ആയിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ ഈ അധ്യായം കഴിഞ്ഞിട്ട് 2 അധ്യായം കൂടെ കഴിഞ്ഞിട്ട് 10ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോഴും, കാര്യം ഇത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം കൂടെ കഴിഞ്ഞ് ചെല്ലുമ്പോഴും അവിടെ പറയുകയാണ്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ഇവിടൊന്നും ബോഡി ഓഫ് ക്രൈസ്റ്റ് വെളിപ്പെട്ടിട്ടില്ല പ്രിയ സഹോദരങ്ങളെ. ഇവർ പ്രസംഗിക്കുന്നത് യഹൂദിയ വിശ്വാസമാണ്. ഇവിടെ ഒന്നും ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ടില്ല. അവര് ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെന്നുണ്ടെങ്കിൽ അവർ പ്രസംഗിക്കുന്ന തോറായിൽ കൂടി, നെവീമിൽ കൂടി, കെത്തുവീമിൽ കൂടി, സങ്കീർത്തന പുസ്തകങ്ങൾ കൂടി, പ്രവചന പുസ്തകങ്ങൾ കൂടി ഒക്കെ അവരെ അറിയിച്ചിരുന്ന യഹൂദിയ മശിയ. കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുക, എന്നെക്കുറിച്ച് പുസ്തകങ്ങൾ തിരുവചനത്തിൽ മുഴുവൻ ഉടനീളം എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ കാര്യമാണ് അവർ പ്രസംഗിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 11:19 നോക്കിക്കഴിഞ്ഞാൽ അവർ യഹൂദനോട് മാത്രം പ്രസംഗിച്ചു, സംസാരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം അത് യഹൂദന്റെ സുവിശേഷമാണ്. 11ാം അധ്യായത്തിൽ അതിന്റെ 19ാം വാക്യം, അവർ ചിതറിപ്പോയെടുത്ത് യഹൂദനോട് മാത്രം പ്രസംഗിച്ചു, കാരണം അത് യഹൂദന്റെ സുവിശേഷമാണ്. അടുത്ത് നിൽക്കുന്ന ജാതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്നാ കാര്യമെന്ന് ചോദിച്ചതുപോലെ അവൻ അതിനെക്കുറിച്ച് അതിന്റെ ABCD അറിയത്തില്ല, എന്തായി പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കാര്യം മനസ്സിലാകത്തില്ല. അടുത്തതായിട്ട് ഫിലിപ്പോസിനെ ശമരിയയിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ്. അതിലേക്കൊന്നും ഞാൻ കയറുന്നില്ല. 8ാമത്തെ അധ്യായം നിങ്ങളോട് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ഡിസ്പെൻസേഷനലി എന്താണ് ഇവിടെ ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നത്, എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്നൊരല്പം അല്പം നിങ്ങളെ ആ വിഷയത്തിൽ ഒന്ന് ഓർപ്പിച്ചുണർത്തണം. ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത ആഴ്ചയിൽ നമ്മളത് പറഞ്ഞു തുടങ്ങുമ്പോൾ 8ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ അതിനെ കൂടുതലായിട്ട് ചിന്തിക്കാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ അതിൽ ഉൾക്കൊള്ളുവാൻ നിങ്ങളുടെ ഹൃദയ നിലങ്ങൾക്ക് ദൈവം ഒരു വിശാലത തരട്ടെ. ഉള്ളതിനെ ഉള്ളതുപോലെ മനസ്സിലാക്കുവാൻ, നമ്മുടെ രക്ഷാ പദ്ധതി നഷ്ടമായി പോകാതിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.